ടു CC പ്ലസ്. എൻ്റെ പേര് സുസ്മിത ശരത്. നമ്മൾ കുറേ ക്ലാസ്സുകളിലൂടെ കുറേ പോർഷൻസ് ഫിസിക്സിൽ പഠിച്ചു അല്ലേ +1. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ഏത് ചാപ്റ്ററാണെന്ന് അറിയോ ഫിസിക്സിലെ? എളുപ്പമുള്ള 2 ചാപ്റ്ററാണ്. പക്ഷെ പെട്ടെന്ന് എളുപ്പമെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആവാതെ നോക്കണം. ഏതായിരിക്കും? ഫസ്റ്റ് ചാപ്റ്റർ എന്താ? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, മോഷൻ ഇൻ 2 ഡയമെൻഷൻ ഉണ്ട്, ലോസ് ഓഫ് മോഷൻ ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സും ഒറ്റ ഇരിപ്പിന് പഠിക്കണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ച കുട്ടികളായിരിക്കും, എന്നാലും റീകോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഈ 3 ചാപ്റ്റേഴ്സും കൂടി ഒന്നിച്ച് ഒരേ ടൈമിൽ കവർ ചെയ്യാൻ നോക്കണം. ബിക്കോസ് ആ ചാപ്റ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണല്ലേ. ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പഠിക്കുമ്പം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സുകൾ ഒന്നിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാവരും പരീക്ഷയുടെ ആ ചൂടിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു, പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. പഠിക്കുമ്പം ക്ലാസ്സസ് വരുന്ന ലൈവ് ക്ലാസ്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഫോക്കസ് ചെയ്തിരിക്കണം. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അത് രണ്ടാമതിരുന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ഞാനൊന്നും പോകുന്നില്ല. ഹായ് ജാക്സൺ, എല്ലാവർക്കും ഹായ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. ഇഫ് an object moves in a straight line, it is called as dimensional motion, dash dimensional motion. ഇത് എന്ത് മോഷൻ ആണെന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്താണ്? if an object moves in a straight line, ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അപ്പോൾ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ ഒരു ലൈനിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് തരത്തിലുള്ള മോഷൻ ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. വർഷം ഒന്ന് പറയാവോ? ഏതാണ്? 1 ഡയമെൻഷൻ ആയിരിക്കോ, 2 ഡയമെൻഷൻ ആയിരിക്കോ, 3 ഡയമെൻഷൻ ആയിരിക്കോ? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്തായിരിക്കും? ഇറ്റ്സ് 1 ഡയമെൻഷൻ മോഷൻ. 1 ഡയമെൻഷൻ മോഷൻ ബിക്കോസ് ഒരു ഡയമെൻഷൻ ഉള്ളൂ, എക്സ് ആക്സിസ് മാത്രമല്ലെങ്കിൽ അതിനെ 1 ഡയമെൻഷൻ എന്ന് പറയും. എക്സ് ആക്സിസും വൈ ആക്സിസും ആണെങ്കിലോ രണ്ടും കൂടി കൺസിഡർ ചെയ്താൽ അതിന് 2 ഡയമെൻഷൻ. എക്സ് വൈ ഇസഡ് 3 ആക്സിസും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 3 ഡയമെൻഷൻ എന്ന് പറയും. ആതിര, ഗുഡ് ഈവനിങ്, സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് പോവാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് 1 ഡയമെൻഷൻ മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് an object moves in a plane, it is called dash dimensional motion. ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 ആക്സിസ് ഉണ്ട് അല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസും എന്നാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ ഏതായിരിക്കും? 2 ആക്സിസും ഉണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് 2 dimensional motion. And next question, if an object moves in a space, it is called dash dimensional motion. ഏതായിരിക്കും? പ്ലെയിൻ ആണല്ലേ. അപ്പോൾ അവിടെ 3 ഡയമെൻഷൻസ് ഉണ്ട്, എക്സും വൈയും ഇസഡും എങ്ങനെ വേണേലും പല രീതിയിലും മൂവ് ചെയ്യാം. അപ്പോൾ അതെന്തായിരിക്കും? 3 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് പാടുള്ള ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹലോ എല്ലാവർക്കും ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, പഠിക്കുക. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അതിൽ state the following case whether the motion in 1, 2 or 3 dimension. ഇവിടെ തന്നിരിക്കുന്ന അതിൽ ഇവിടെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് ഏത് 1 ഡയമെൻഷൻ ആണോ 2 ഡയമെൻഷൻ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് എന്താ? എ ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൗണ്ട് എ ഫ്ലവർ. ഒരു ഫ്ലവറിന് ചുറ്റും ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ട് പോകാം അല്ലേ. അപ്പോൾ എന്താണ്? അത് ഇങ്ങോട്ട് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും 3 ഡയമെൻഷനിൽ നമ്മൾ പറയില്ലേ 3 ഡയമെൻഷൻ, 3 എങ്ങോട്ട് വേണേലും പോകാം അല്ലേ. സോ വിച്ച് ഡയമെൻഷൻ? 3 ഡയമെൻഷണൽ മോഷൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ബസ് മൂവിങ് അലോങ് എ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് റോഡ്. ലോങ് ആൻഡ് സ്ട്രെയിറ്റ് റോഡ്, ഒരു സ്ട്രെയിറ്റ് ആണ്, അത് ലോങ് ആണ്. വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പ്ലെയിൻ മോഷൻ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തതിനെ 2 ഡയമെൻഷൻ ആക്കിയതിനെ. ഇവിടെ സ്ട്രെയിറ്റ് റോഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ വിച്ച് ഡയമെൻഷൻ? 2 ഡയമെൻഷൻ. 2 ഡയമെൻഷണൽ മോഷൻ ആണത്. 2 ഡയമെൻഷൻ മോഷൻ, 1 ഡയമെൻഷൻ മോഷൻ. അതേസമയം ഇത് ശ്രദ്ധിക്കണം, മിസ് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിന് 1 ഡയമെൻഷൻ. അതേസമയം പാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? വളവ് തിരിവുകളൊക്കെ വരുമ്പോൾ എന്താ? അത് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് എ 2 ഡയമെൻഷണൽ മോഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the differences between distance and displacement? Distance and displacement തമ്മിലുള്ള ഡിഫറൻസ് പറയണം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി വാട്ട്? നമ്മൾ പോയ പാത്താണ്. ദ പാത്ത് കവേർഡ് ബൈ ദ മൂവിങ് ബോഡി ഇസ് ദ ഡിസ്റ്റൻസ്. നാം എങ്ങനെയെല്ലാം പോയോ ആ പാത്തെല്ലാം അതിൻ്റെ ടോട്ടലാണ്, സം ആണല്ലേ. ടോട്ടൽ സം ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റോ? ഇറ്റ് ഇസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം
ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും എൻഡ് ചെയ്ത പോയിന്റിൻ്റെ ഇടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരാൾ ഇങ്ങനെ പല വഴിയെ പോയി എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഏതൊക്കെ പാത്ത് കവർ ചെയ്തു അതെല്ലാം ടോട്ടൽ ചെയ്ത് ഇതെല്ലാം ടോട്ടൽ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ടോട്ടൽ. ആ പാത്തിൻ്റെ ടോട്ടലാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. ഇവിടെ ഇനീഷ്യൽ പോയിന്റിന്റെയും ഫൈനൽ പോയിന്റിന്റെ ഇടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തോ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ വേറെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ് ഷോർട്ടസ്റ്റ് ആണെന്ന്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, വെക്റ്റർ. ഇതിലേതാണ് വെക്റ്റർ, ഏതാണ് സ്കേലാർ? ഈ തന്നിരിക്കുന്നതിൽ നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാതെ, ഡയറക്ഷൻ എങ്ങോട്ടാണെന്നൊന്നും കൺസിഡർ ചെയ്യാതെ പാത്ത് ഏത് പാത്തായാലും അതെല്ലാം കൂട്ടി സ്കേലാർ എടുക്കുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എടുക്കുന്നതിനെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. That means we are considering only the magnitude, not the direction. മാഗ്നിറ്റ്യൂഡിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം അല്ലെ, സ്കേലാർ ക്വാണ്ടിറ്റി. സോ ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മനു കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യട്ടാം. ദാ നോക്കിക്കേ, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി ആയി വരുന്നത്? ഡിസ്റ്റൻസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വേറാസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഹിയർ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡയറക്ഷൻ ഏതോ അതിലൂടെയല്ലേ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ വി ആർ കൺസിഡറിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഓർത്തോളൂ കേട്ടോ, difference between them is the distance is the path covered by a moving body. Displacement is the shortest distance from initial to final point. Distance is a scalar quantity and the displacement is a vector quantity. It's very important കേട്ടോ. പിന്നെ രണ്ടിൻ്റെ യൂണിറ്റ് എന്താ? സെയിം തന്നെ, മീറ്റർ ആണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, then next question. The ratio of the distance to displacement of a moving body is always തന്നിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ആണ് അല്ലേ, റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഞാൻ ഇപ്പോൾ പറഞ്ഞു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോകുന്നു അതെല്ലാം കൂട്ടിയെടുക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ ഷോർട്ടസ്റ്റ് ആണ് അല്ലേ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പല വഴിയെ പോയാലും ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. വളവും തിരിവുള്ള ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. അതേസമയം ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ത്രൂ ദ സ്ട്രെയിറ്റ് ലൈൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ്? ഇഫ് ദി ആർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. സോ അപ്പോൾ എന്താ ഇതിനർത്ഥം? ഡിസ്റ്റൻസ് ഇവിടെ എന്ത് കണ്ടീഷനിലാണ്? ഗ്രേറ്റർ ദാൻ ദ ഡിസ്പ്ലേസ്മെന്റ് വന്നു. ഇവിടെയോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താം. ഇറ്റ്സ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 1 ആണോ? 1 ആകും ഇഫ് ദി ആർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണോ? അതെ, ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. പക്ഷേ ചില കണ്ടീഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു 1 വരും. പിന്നെയോ ലെസ് ദാൻ 1 എന്തായാലും ആവത്തില്ല. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും ചെറുതാവാനായിട്ട് ഒരു വഴിയില്ല അല്ലേ. പിന്നെന്താ? അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇറ്റ്സ് കറക്റ്റ് വൺ നോ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car is moving along a circumference of a circle of a radius r. What is the distance travel in one revolution and what is the displacement in one revolution? തന്നിരിക്കുന്ന എന്താ? ഒരു കാറ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെയാണ് കാറ് ട്രാവൽ ചെയ്യുന്നത്. ഒരു പോയിന്റിൽ തുടങ്ങി അതേ പോയിന്റിലേക്ക് വന്ന് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ 1 റെവല്യൂഷൻ? എന്താണ് അത്? ചുറ്റും പോകുന്നത് എത്ര പോകുന്നു അതാണല്ലേ ഡിസ്റ്റൻസ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എത്രയാ? 2πr. If r is the radius of the circle, the circumference of a circle is 2πr. 2πr ആയിരിക്കില്ലേ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് അതേപോലെ തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ എത്തിയെങ്കിൽ സർക്കംഫറൻസ് ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വന്നു അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി അല്ലേ. സോ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്? വന്നു തുടങ്ങി അതേ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊരു? there is no displacement. Displacement by 0 ആയി. Distance travel in one revolution is equal to 2πr because 2πr the equation of
എന്തിൻ്റെ ഇക്വേഷൻ ആണ്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 revolution is equal to 0. ക്ലിയർ അല്ലേ? ഇതുപോലെ ആയിരിക്കത്തില്ല, ചിലപ്പം കുറേ ഫിഗറൊക്കെ വെച്ച് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഉണ്ടാവും. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അടുത്ത നമ്മുടെ സ്പീഡിലേക്കും വെലോസിറ്റിയിലും ഒക്കെ നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ എന്താണ് സ്പീഡ്, എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് ആവറേജ് സ്പീഡിലേക്കും ആവറേജ് വെലോസിറ്റിയിലേക്കും പോകാം. ആവറേജ്, അതിന് മുമ്പ് സ്പീഡ് എന്താ നോക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് സ്പീഡ്. ആൻഡ് വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് ദ ടൈം ഓൾറെഡി സ്കേലാർ ക്വാണ്ടിറ്റി ആണല്ലേ. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, നോ ഡയറക്ഷൻ. സോ സ്പീഡ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റി, ടൈം സ്കേലാർ ക്വാണ്ടിറ്റി. സോ സ്പീഡ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ആൻഡ് വാട്ട് അബൌട്ട് ദ കേസ് ഓഫ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, therefore velocity is a വെക്റ്റർ ക്വാണ്ടിറ്റി. അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കേസിലും സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് എന്ന് പറയുമ്പോൾ എപ്പോഴെന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ആവറേജ് വെലോസിറ്റിയോ അതുപോലെ തന്നെ ഉടനെ എഴുതാം അല്ലേ. എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതെല്ലാം ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലേ. അപ്പം അടുത്ത കേസിലേക്ക് നമുക്ക് പോകാം. വെലോസിറ്റി ഈസ് ഡിഫൈൻ ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അല്ലെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ആലോചിക്കുക. ഇൻസ്റ്റന്റേനിയസ് നമ്മൾ പറയില്ലേ ഇൻസ്റ്റന്റേനിയസ് ഫുഡ് എന്നൊക്കെ പറയുന്നത് എന്താ? പെട്ടെന്നല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പോൾ അതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്താലോ? ആദ്യം എന്താണ്? ആവറേജ് വെലോസിറ്റി. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് total displacement divided by total time is the average velocity. And what is instantaneous? The velocity at any instant is known as ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എത്രയും ഒറ്റ സെക്കൻഡിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റ് ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി മെഷർ ചെയ്യാതാലാണ് അതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇതുപോലെ വൺ വേർഡിനൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും പല ക്വസ്റ്റിൻ്റെയും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒന്ന് വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി, പിന്നെ യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, ഇതൊക്കെ ഓർത്തിരിക്കാം. അത് വെച്ച് ഗ്രാഫിക്കലി നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മിസ് പറഞ്ഞുതരാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? When does the average velocity become equal to the instantaneous velocity? ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? യൂണിഫോം മോഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദ വെലോസിറ്റി എപ്പോഴാണ്? യൂണിഫോം. വെലോസിറ്റി യൂണിഫോം ആവണം, യൂണിഫോം മോഷൻ ആയിരിക്കണം. അതെങ്ങനെ ട്രാവൽ ചെയ്യണം? അത് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലും ആയിരിക്കണം. ദാറ്റ് മീൻസ് when the velocity is uniform or constant in a straight line. When the velocity is uniform or constant in a straight line, then the average velocity become equal to the instantaneous velocity. Average velocity എന്തിനു തുല്യമായിരിക്കും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. ഏത് കണ്ടീഷനാണെന്ന് ഓർക്കണം? യൂണിഫോം മോഷൻ ആണ്. അതായത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യൂണിഫോം മോഷൻ, യൂണിഫോം വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി അങ്ങനെ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ, സ്ട്രെയിറ്റ് പാത്തിൽ കൂടി ട്രാവൽ ചെയ്താൽ രണ്ടും ഈക്വൽ ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. Then next question, the slope of position time graph of a particle gives.
നമ്മുടെ ഗ്രാഫിലേക്ക് എത്തി തുടങ്ങി അല്ലേ. എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇനി അങ്ങോട്ട് ഗ്രാഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പം എപ്പോഴും എക്സ് ആക്സിസിൽ ടൈം പ്ലോട്ട് ചെയ്യണം. ടൈം എപ്പോഴും എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇറ്റ്സ് എ പൊസിഷൻ ടൈം ആണ് അല്ലേ. അപ്പോൾ വൈ ആക്സിൽ എന്ത് വേണം? പൊസിഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലോ എപ്പോഴും ടൈം എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്യാം. ബാക്കി പറയുന്ന എന്ത് കാര്യം അത് വൈ ആക്സിലേക്ക് പ്ലോട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഐ എം യൂസിങ് ദ സിമ്പിൾ എക്സ്. എക്സ് എന്താണ്? പൊസിഷൻ. ടൈം ടി. പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീസ്. ഇപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം. അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് എന്തായിരിക്കും? പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെലോസിറ്റി. വെലോസിറ്റി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേസമയം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലോ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. ആക്ച്വലി സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കണേ. ടാൻ തീറ്റ ഉപയോഗിച്ചാൽ സ്ലോപ്പ് എപ്പോഴും കണ്ടുപിടിക്കണത്. ഡെറിവേഷൻ വരുന്നുണ്ട്, അപ്പോഴൊന്നും കൂടി പറഞ്ഞു തരും മിസ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ? ടാൻ തീറ്റ. ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റ എടുക്കുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പൊസിഷനാണ്. ആൻഡ് അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് എന്താ? കറസ്പോണ്ടിങ് ടൈം ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഈസ് ആക്ച്വലി വെലോസിറ്റി. സോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടത് വെലോസിറ്റി ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്തൊന്ന് നോക്കുക കേട്ടോ. മറക്കരുത്, തെറ്റിക്കരുത്. സോ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഫോളിങ് അണ്ടർ എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് സെഡ് ടു ബി ഇൻ ഫ്രീ ഫോൾ. അല്ലേ, എന്താ ഫ്രീ ഫോള്? നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നേരെ താഴോട്ട് വീഴുന്ന തരത്തിലുള്ള ഫോളിനാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ സാധാരണ ബാക്കിയുള്ള ഫോഴ്സസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക ചെയ്യാറ്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. നമുക്കിവിടെ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും ആക്സലേഷൻ ടൈം ഗ്രാഫൊക്കെ നമുക്കൊന്ന് വരച്ച് നോക്കാം. എന്താ? ഡിഫൈൻ യൂണിഫോം ആക്സലേഷൻ. ഇതിന് എന്താണ് യൂണിഫോം ആക്സലേഷൻ എന്ന് പറയണം. സീ ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ ഫിഗർ ഐഡൻറ്റിഫൈ ദ ഫിഗർ വിച്ച് റെപ്രസെൻറ്റ് ദി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ഇതിന് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം അല്ലേ. എന്താണ്? ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. മിസ് പറഞ്ഞു വെലോസിറ്റി ടൈം ഏത് ഗ്രാഫ് ആയാലും സാധാരണ നമ്മൾ എന്താ? ടൈം ഇസ് ഓൺ എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോൾ നമുക്കറിയാം ഫ്രീലി ഫോളോ ചെയ്യുന്ന അല്ലേ. അതായത് ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റിന് വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും വെലോസിറ്റി കൂടുക? ഓരോ ടൈമിൻ്റെ വെലോസിറ്റി കൂടി പോകുമ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ ഗ്രാഫ്. ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റിൻ്റെ ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഇസ് എ velocity time graph of a freely falling body. ക്ലിയർ അല്ലേ? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ഹാവിങ് എ പെർട്ടിക്കുലർ ആക്സലേഷൻ്റെ വാല്യൂ ഓർമ്മയുണ്ടോ? അത് നമ്മൾ സാധാരണ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s². ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്തായിരിക്കും? ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ സെയിം എന്ത് കിട്ടണം? ജി വാല്യൂ, ഈ ആക്സലേഷൻ കിട്ടണം. 9.8 m/s² വരുന്ന രീതിയിലായിരിക്കും ഉറപ്പായിട്ടും ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഉണ്ടാവുന്നത്. ഓർത്തിരിക്കണേ. അപ്പോൾ എന്താ യൂണിഫോം ആക്സലേഷൻ? യൂണിഫോം ആക്സലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണ് അല്ലേ. നമ്മുടെ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ഇപ്പോൾ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് ഒരു മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ എന്താ? വെലോസിറ്റി കൂടുന്നുണ്ട് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. എത്രയാണ് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ? 9.8 അല്ലേ. അതിനെയാണ് ഒബ്ജക്റ്റ് മൂവിങ് യെസ് മാസ്റ്റർ. മാസ്റ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കറക്റ്റാണ്. 9.8 m/s². ഓക്കെ. അപ്പോൾ ഓർക്കുക, ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ദ വാല്യൂ ബിക്കം 9.8 m/s². ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫിന് പകരം ആക്സലറേറ്റഡ് ടൈം ഗ്രാഫ് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻ കേസ് ചോദിക്കുന്നത് ആക്സലറേറ്റഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്താ? ടൈം ഓൾറെഡി ഇവിടെ പ്ലോട്ട് ചെയ്യുക. ആക്സലേഷൻ ഓൺ ദ വൈ ആക്സിസ് എ റെപ്രസെൻറ്റ് ചെയ്തു. ആക്സലേറ്റഡ് ടൈം ഗ്രാഫ് വരക്കാൻ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ വരക്കാൻ പറഞ്ഞാൽ എന്താ? ഡൗൺവേർഡ് ആണ്. നമ്മൾ ഡൗൺവേർഡ്
ഉള്ള ഗ്രാവിറ്റീനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ആൻഡ് ആക്സിലേഷൻ ബിക്കം കോൺസ്റ്റൻറ്റ്, ദ വാല്യൂ ബിക്കം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് വിൽ ബി, ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ആൻഡ് ദ ഗ്രാഫ് എന്തായിരിക്കും? വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ദിസ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പോസിറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ നമുക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ വരക്കാൻ ചോദിച്ചാലോ? ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ എന്താ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരുന്നെങ്കിലോ? എങ്ങനെയാ? പോസിറ്റീവ് ആക്സിലറേഷൻ ഇത് എക്സ് ആണ്, പിന്നെന്താണ്? ഇത് ടൈം ആണ്. പോസിറ്റീവ് ആക്സിലേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ടൈം കൂടുന്നതനുസരിച്ച് ഇതെന്താ സ്പീഡ് ഇതും കൂടിക്കൊണ്ടിരിക്കണം അല്ലേ? ഹിയർ ഇറ്റ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ടൈം കൂടുന്നു, ഡിസ്പ്ലേസ്മെൻറ്റും കൂടിക്കൊണ്ടേയിരിക്കുന്നു നല്ല രീതിയിൽ അല്ലേ? നല്ല രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റും കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഓർത്തോളൂ. എങ്ങനെ വേണേലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഓർത്തിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാനായിട്ട്. പിന്നെന്താ? ഡിഫൈൻ യൂണിഫോം ആക്സിലേഷൻ പറഞ്ഞു. ഫ്രം ദ ഗിവൺ ഫിഗർ ഐഡൻറ്റിഫൈ ദ ഫിഗർ വിത്ത് വിച്ച് റെപ്രസെന്റ് ദ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ 3-4 ഫിഗർ തന്നിട്ടുണ്ട്. പൊസിഷൻ ടൈം കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് പൊസിഷനാണ്. എക്സ് ടി ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നതും. ഇത് എക്സ് ടി ഗ്രാഫാണ്. എക്സ് ടി ഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ വി ടി ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് എ ടി ഗ്രാഫാണ്. ഇനി ഓരോന്നും നമുക്ക് വിശകലനം ചെയ്യാം അല്ലേ? ഒന്ന് നോക്കാം. ഇതിലേതാണ് നമുക്ക് പറയുന്ന ഏത്? യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ, അതായത് ഒരേപോലെ ആക്സലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. ഫസ്റ്റ് വൺ, ദ പൊസിഷൻ ഈസ് സ്റ്റേഷനറി. ടൈം കൂടിയാലും എന്താ ഇവിടെ വന്നേക്കണേ? ടൈം എത്ര കൂടിയാലും പൊസിഷൻ മാറുന്നില്ല. ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണിത്. ഒബ്ജക്റ്റ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് ഈ കാണുന്നത് അല്ലേ? അതായത് ടൈം കൂടുന്നു, പൊസിഷൻ എന്താ? ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നു അല്ലേ? പൊസിഷൻ വേരിയേഷൻ ഇല്ല. ഇനി അടുത്തതിൽ എന്താ? ടൈം കൂടുമ്പം എന്ത് പറ്റുന്നുണ്ട്? അതെ, ഇവിടെ എന്താ ഉണ്ടായിക്കണേ? പൊസിഷൻ വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കോൺസ്റ്റന്റ് ആണ് നമുക്ക് സ്പെസിഫൈ ചെയ്യാത്ത കൊണ്ട് എന്താണ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് പാത്തിൽ തന്നെ വെച്ചേക്കുന്നത് അല്ലേ? ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെലോസിറ്റി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. വെലോസിറ്റി ഇൻക്രീസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് കോൺസ്റ്റന്റ് ആക്സിലേഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പിന്നെന്താ? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ടൈം ഈസ് ദെയർ. അതപ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി കൂടുന്നുണ്ട്. എന്തിനനുസരിച്ച്? ഒരേപോലെ വെലോസിറ്റി കൂടുന്നത് ഏതിനനുസരിച്ച്? ടൈമിനനുസരിച്ച്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആക്സിലേഷൻ. ഇപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഇതായിരിക്കും അല്ലേ? ഇവിടെ എന്താണ്? ആക്സിലേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലേഷൻ ഇറ്റ്സ് എ പോസിറ്റീവ് ആക്സിലറേഷൻ. ആക്സിലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നെഗറ്റീവ് ആക്സിലേഷൻ ആണെങ്കിലോ അത് നേരെ ഇങ്ങനെ വരും, താഴോട്ട് വരും അല്ലേ? ഇത് മുകളിലേക്ക് പോസിറ്റീവ് ആക്സിലേഷൻ, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ആക്സിലേഷൻ. ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലോ സ്ട്രെയിറ്റ് ആയിരിക്കും. എന്തിന് സ്ട്രെയിറ്റ്? എക്സ് ആക്സിസിന് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ആക്സിലറേഷൻ്റെ ഫിഗർ വരുന്നത്. ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുട്ടികളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 pairs of initial and final position of a body along an x-axis is given. ഇവിടെ എന്താ? 4 പെയർ എക്സ് ആക്സിസിലുള്ള ടൈം ഇത് തന്നിട്ടുണ്ട്, പൊസിഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് പെയർ ഗീവ്സ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ കൂടുതൽ ട്രാവൽ, പോസിറ്റീവ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് എന്തായിരിക്കും? ഇതാ നോക്കിക്കേ, 10, 15, 10 മൈനസ്. നമുക്ക് ഒരു സാധാരണ എന്താണ് ഒരു നമ്പർ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ആയിരിക്കും? ഇത് 0, 1, 2, 3. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇവിടെ -1, -2, -3 ലൈക്ക് ഇങ്ങനെ പോകും അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എന്താ? -10ലാണ് ആദ്യം ഇരുന്നത്. -10ൽ നിന്ന് എവിടെ എത്തി? 15ലും എത്തി. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണ്. പോസിറ്റീവ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതേസമയം -5 ആണോ -12 ആണോ? എങ്ങനെ വരും? -5 സോറി ഇവിടെ എന്ത് വരും? -4, -5 കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടാണല്ലേ -15 വരുന്നത് അല്ല? ഇങ്ങോട്ടായിരിക്കും -15 വരുന്നത്. സോ എങ്ങനെയാ? പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? ഇല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? സി ആകുമ്പോഴോ 2ൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ട് -5ലേക്ക് പോയി, നെഗറ്റീവ്. ആൻഡ് 2 നിന്ന് 1ലേക്ക് പോയി, 2 നിന്ന് 1ലേക്ക് പോയി. അപ്പോൾ ഒന്നിൽ മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ഉത്തരം. ഏത്? ഓപ്ഷൻ എ, 10 മീറ്റർ ടു -10 മീറ്റർ ടു +15 മീറ്റർ. സോ അതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ?
ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. നെക്സ്റ്റ്, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇപ്പം നമ്മളത് വരച്ച് കാണിച്ചു അല്ലേ. എന്തായിരിക്കും? ഡ്രോ ദ പൊസിഷൻ. അഗെയിൻ വരയ്ക്കാം. പൊസിഷൻ എവിടെ വരയ്ക്കണം? പൊസിഷൻ ഓൺ വൈ ആക്സിസ് ആൻഡ് ടൈം ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മളോട് വരയ്ക്കാൻ പറയുമ്പം വെറുതെ വരച്ചാൽ പോരാ, അതിൻ്റെ യൂണിറ്റ് എല്ലാം ബ്രാക്കറ്റിൽ കൊടുക്കണമല്ലോ. ടൈം സെക്കൻഡിലാണെങ്കിൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്ത് ആരോ കൊടുക്കണം. പൊസിഷൻ ചിലപ്പോൾ മീറ്ററിലാണോ സെൻറ്റിമീറ്ററിലാണോ തന്നിരിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലം ഒരു ടേബിളിൽ നിന്ന് നമുക്ക് വരയ്ക്കാനുണ്ടാവും. അതെന്താണോ യൂണിറ്റ് അതവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ മീറ്റർ ഒന്ന് കൊടുക്കുന്നു. തന്നിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഒരു ബോക്സ് തന്ന് ആ ബോക്സിൽ നിന്ന് പൊസിഷൻ ടൈം ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്യണം. എക്സ് ആക്സിലും വൈ ആക്സിലും എന്ത് ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അത്രയും സ്പെസിഫൈ ചെയ്തിട്ട് വേണം പ്ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒബ്ജക്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു 2 മീറ്ററിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് എത്ര ടൈം കഴിഞ്ഞാലും അതിൻ്റെ പൊസിഷൻ എവിടെ തന്നെയായിരിക്കും? 2 മീറ്റർ തന്നെയായിരിക്കും അല്ലേ? അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. സോ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. ദാറ്റ്സ് ആൻസർ. ഓക്കെ. ഒരാൾ മാത്രമേ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. വേഗം. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇൻക്ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം. പല രീതിയിൽ മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? യൂണിഫോം മോഷൻ ഉണ്ട്, നോൺ യൂണിഫോം മോഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ എന്താ പറയുക, യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്താ ഇവിടെ മാസ്റ്റർ എന്ന് കൊടുത്തിരിക്കുന്ന അതാരാണ് കൃത്യമായിട്ട് പേരെന്ന് പറയട്ടെ. അപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. ഇത് പൊസിഷൻ എക്സ്, വൈ ആക്സിലെ ടൈം, അങ്ങനെയാണ് എന്താ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ്സ് എന്താണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇറ്റ്സ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്ത് പറ്റും? യൂണിഫോം മോഷൻ ആണെങ്കിൽ ഇതൊരു എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതേസമയം നോൺ യൂണിഫോം ആണെങ്കിലോ എങ്ങനെ വേണേലോ ആവാം അല്ലേ? ഒരു സിക്സ് ആക്ട് മാനറിലോ എങ്ങനെ വേണേലും ഡയറക്ഷൻ പൊസിഷനൊക്കെ മാറി മാറി വരാം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ 2 രീതിയിലും വരച്ചു. യൂണിഫോം മോഷനും വരച്ചു, നോൺ യൂണിഫോം മോഷനും പഠിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ദ വെലോസിറ്റി. എന്താണ് ഇരിക്കുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ തരുന്നത്? വെലോസിറ്റി ആണ്. അതായത് എന്താ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഞാനത് കാണിക്കാം, ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ഇതെല്ലാം 1 or 2 മാർക്കിനേ ഉള്ളൂ, പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് +1 സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഹിയർ യു വാണ്ട് ടു ഡ്രോ ദ പൊസിഷൻ എക്സ് ടി ഗ്രാഫ് വരച്ചു. ഇറ്റ്സ് ടൈം ഓൺ സെക്കൻഡ്, പൊസിഷൻ മെഷേഴ്സ് ഓൺ ദ മീറ്റർ. Here we want to show that the slope of position time graph gives the velocity. അപ്പോൾ ഞാൻ എന്താ ഒരു യൂണിഫോം മോഷൻ അവിടെ കാണിച്ചു. ഇവിടെ എന്താ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് എന്താ ആദ്യം തന്നെ എന്താണ് സ്ലോപ്പ്? ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ്സ് ടാൻ തീറ്റ. ഒരു ആംഗിൾ എടുക്കുകയാണ്, ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ആംഗിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ. ടാൻ തീറ്റ വിൽ ബി ദ സ്ലോപ്പ്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയിലും കൂടി ഈ സ്ലോപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു വൈ ആക്സിലെ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി. രണ്ടും സെയിം തന്നെയല്ലേ? ടാൻ തീറ്റ മീൻസ് ഇവിടെ എന്ത് വരും? ഇവിടെ വൈ ആക്സിൽ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? എക്സ് ആണല്ലേ. ലെറ്റ് ഇറ്റ് ബി. ഇത് x1 കൊടുത്തു, ഫൈനൽ പൊസിഷൻ x2 എന്ന് കൊടുത്തു, ഇവിടുത്തെ ടൈം t1 കൊടുത്തു, ഫൈനൽ ടൈം t2 എന്ന് കൊടുത്തു. സോ വാട്ട് ഈസ് ടാൻ തീറ്റ ഈ ഡിസ്റ്റൻസ് ആണല്ലേ ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ തീറ്റ. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ഡിസ്റ്റൻസ് x2 മൈനസ് x1. ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടം വരെ x1 ആണ്, ഇവിടം വരെ x2 ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? x2 മൈനസ് x1. So x2 minus x1. And what is adjacent side? ഈ ഡിസ്റ്റൻസ് ആണല്ലേ adjacent side. Tan theta എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. ഈ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഇത് t1 ടൈം ആണ്, ഇത് t2 ടൈം ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? t2 മൈനസ് t1. സോ നമുക്ക് ഇതിനെങ്ങനെയാ? ചേഞ്ച് ഇൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ distance by time, the rate of change of displacement. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? വെലോസിറ്റി. Okay, so we can prove. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? The slope of a position time graph will give you the velocity. Clear? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് വെലോസിറ്റി. ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് എന്ത് വേണം? ഇതാ ഷോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ. Draw the velocity time graph for a uniform accelerated motion
ഷോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ആക്സിലറേഷൻ. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തിൽ ചെയ്യേണ്ടത്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ വേഗം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കിക്കേ. വെലോസിറ്റി ആൻഡ് ടൈം ഓൺ എക്സ് ആക്സിസ്, അങ്ങനെ ഒരു എന്താണ് യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ അല്ലേ, യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ ഞാൻ എടുത്തു. യൂണിഫോംലി ആക്സിലേഷൻ മോഷൻ ഇനീഷ്യൽ വെലോസിറ്റി v1 ആയി, ഫൈനൽ വെലോസിറ്റി v2 ആയി, ആൻഡ് ദ ടൈം ഇത് t1 ആയി, ഫൈനൽ ടൈം t2 ആയി. നമുക്ക് എന്ത് വേണം, സ്ലോപ്പ് ആണല്ലേ വേണ്ടേ. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ, പറഞ്ഞ പോലെ സ്ലോപ്പ് ഈസ് ദ ടാൻ തീറ്റ, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, y ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ x ആക്സിസിലെ ക്വാണ്ടിറ്റി. അപ്പോൾ y ആക്സിസിലെ ക്വാണ്ടിറ്റി its velocity, x axis quantity time, just അതെന്ത് ചെയ്യണം, which is equal to v2 minus v1 divided by t2 minus t1. മുമ്പ് ചെയ്തതായതുകൊണ്ട് കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം ഈസ് acceleration. So slope of velocity time graph gives the acceleration. അതേസമയം സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതേസമയം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഉണ്ടത് ഗ്രാഫ് എന്താണെന്ന് അറിയോ, ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഉണ്ടത് ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ഇതിൻ്റെ ഏരിയ മെഷർ ചെയ്താൽ മതി. അത് വെച്ച് ഡെറിവേഷൻ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Show that area under the velocity time graph of an object moving with a constant acceleration in a straight line in certain time interval is equal to the distance covered by the object in that interval. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അല്ലേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എന്ത് തന്നിരിക്കുന്ന ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, അതാ എളുപ്പമാണ് അല്ലേ. ഷോ ദാറ്റ് ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഓബ്ജെക്റ്റ് മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എന്താ, ആദ്യം തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കൊടുത്തു, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ അല്ലേ. ഇനി കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണോ, മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ in certain interval is equal to distance covered by the object. അപ്പോൾ ഇതെന്താ, the distance covered by object നമുക്കത് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടൈം കൊടുത്തു, വെലോസിറ്റി എടുത്തു, v1 is the initial velocity, v2 ഫൈനൽ വെലോസിറ്റി ആയി, ടൈം നമുക്ക് കൊടുക്കാം, t1 കൊടുത്തു, t2 കൊണ്ടു അല്ലേ. ഇനി എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തായിരിക്കും നമുക്ക് നോക്കണം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തന്നിരിക്കുന്നതിന് ഞാൻ എന്താ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ട്രയാങ്കിൾ പാർട്ടും അടുത്ത വൺ എന്താണ്, അതൊരു റെക്റ്റാങ്കിൾ പാർട്ടാണ് അല്ലേ. ദാറ്റ് മീൻസ് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, ഒന്ന് ട്രയാങ്കിൾ റീജിയൻ വന്നു, യൂണിഫോം ആക്സിലേറ്റഡ് മോഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അടുത്ത പോർഷൻ എന്താണ് വന്നത്, ഒരു റെക്റ്റാങ്കിൾ പോർഷനാണ്. ഇതെന്താണ്, ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഈ ഏരിയ ഒന്ന് ആദ്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കണത്, മാസ്റ്റേഴ്സ് ആൻസേഴ്സ് ഇപ്പോഴേ കിട്ടിയല്ലേ. UAC = UT + ½ ഇക്വേഷനിലേക്ക് എത്തി. നമുക്കത് നോക്കാം കേട്ടോ. ഇവിടെ എന്താണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിലെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ½ BH half BH. നമുക്ക് ചോദിച്ചത് ഷോ ദാറ്റ് ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻ ഒബ്ജെക്ട് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സർട്ടൈൻ ഇന്റർവൽ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മൂവിംഗ് ഒബ്ജെക്ട് അല്ലേ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എത്തിയിട്ടില്ല, S = UT + ½ ഇക്വേഷനിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അത് വേറൊരു ചോദ്യം. നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് നമുക്കത് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് വൺ എന്താ, ½ × BT. ബേസ് എന്ന് പറയുന്നത് എന്താ, ഇത് ടൈം ആണ് അല്ലേ, ബേസ് ടൈം, ½ × BH അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ തന്നിരിക്കുന്നത് വെലോസിറ്റി ആണ്. സോ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, ഹാഫ് ഏരിയ ഈസ് ഈക്വൽ ടു ½ × B is the time T and H is the velocity. വെലോസിറ്റി ഇവിടെ തന്നിരിക്കുന്നത് എന്താ, വെലോസിറ്റി V. ഓക്കെ, അവിടെ സാധാരണ വെലോസിറ്റി എത്ര കൊടുത്തിരിക്കുന്നത്, v2 - v1 ആണ്. സോ v2 - v1 ക്ലിയർ അല്ലേ. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ. റെക്റ്റാങ്കുലർ ഏരിയ എന്ന് വെച്ചാൽ എന്താ, B × H ആണ്.
ബി ഇൻറ്റു എച്ച് പ്ലസ് ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈമാണ് അല്ലേ ഇൻറ്റു എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വന്നിരിക്കുന്ന വെലോസിറ്റി കമ്പോണൻറ്റ് ദാറ്റ് മീൻസ് യു വന്നു ദാറ്റ് മീൻസ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇവിടെ എന്ത് വന്നു ഹാഫ് ടി ഇൻറ്റു ഇതെന്താ വി മൈനസ് യു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ വി മൈനസ് u by t is acceleration a. Therefore, what is v minus u? It is at. v minus u is at. So, എന്ത് കൊടുത്തു ഇതിന് പകരം എന്ത് കൊടുത്തു v minus u ഇതെന്താ v2 minus v1 എന്ന് വെച്ചാൽ എന്താ v minus u final velocity minus initial velocity which is equal to at plus ut. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വന്നു ut plus half at square. ut plus half at square is the displacement. അല്ലേ ഡിസ്പ്ലേസ്മെൻ്റ് ആയി തന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഏത് ഇക്വേഷനിലാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിച്ചതനുസരിച്ച് എന്താണ് അക്കോർഡിംഗ് ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഏരിയ സ്ക്വയർ ദാറ്റ് മീൻസ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് യെസ്. ഓക്കെ നമ്മുടെ ചോദ്യം എന്താണ് ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പോൾ എന്താ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്സിലേക്കാണ് എത്തേണ്ടത്, അതിലേക്ക് എത്തി. അപ്പോൾ ഓരോ ചോദ്യവും പോലെ വേണം നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യേണ്ടത് എന്താണോ എന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ എന്നൊന്ന് ശ്രദ്ധിക്കണേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ട്രാവലിംഗ് അറ്റ് സ്പീഡ് 54 km/h is brought to rest in 90 seconds. Find the distance traveled by a car before coming to rest. ഇവിടെ ഒരു കാർ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പീഡ് തന്നിരിക്കുന്നത് നോക്കിക്കേ എത്രയാ 54 km/h ആണ്. അത് എസ് ഐ യൂണിറ്റിലാണോ? അല്ല, എസ് ഐ യൂണിറ്റിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ. പിന്നെ ടൈം തന്നിട്ടുണ്ട് അല്ലേ 90 seconds. Here a car traveling at a speed, that means initial speed is equal to 54 km/h. എങ്ങനെ കിലോമീറ്ററിന് അവറിലേക്ക് മാറ്റും? എളുപ്പം ഷോർട്ട് മെത്തേഡ് എന്താണ്? നമുക്കറിയാലേ 1 km/h എന്ന് പറഞ്ഞാൽ എന്താണ് കിലോമീറ്ററിന് ആദ്യം മീറ്ററിലേക്ക് മാറ്റണം 1000 ആൻഡ് അവറിനെ സെക്കൻഡിൽ മാറ്റണം 60 × 60 0 ക്യാൻസൽ ചെയ്തു 0 ക്യാൻസൽ ചെയ്തു ഇത് 5 ടൈംസ് വന്നു ഇത് 3 ടൈംസ് വന്നു അല്ലേ. അപ്പോൾ 5/18 പുറത്തോളൂ 5/18 ഇനി ഇത് ഫുൾ ടൈം അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. എന്താണ് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5/18. സോ 54 നമുക്ക് എന്താ 54 × 5/18 ചെയ്യാം. 54/5/18 അപ്പോൾ എന്ത് വരും 3 ടൈംസ് വന്നു. സോ 3 × 5 15 m/s. യു എത്രയാണോ 15 m/s ആണെന്ന് കിട്ടി. ആൻഡ് ദ ടൈം ടി ഈസ് ഈക്വൽ ടു 90 സെക്കൻഡ് ആണ്. പിന്നെന്താണ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ബിഫോർ കം ടു റെസ്റ്റ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? തന്നിരിക്കുന്ന v² - u² = 2as ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി അത് എഴുതി കാണിക്കണ്ടല്ലോ, സിമ്പിൾ അല്ലേ. നോക്കിക്കേ v² അറിയാം, v² ഫൈനൽ വെലോസിറ്റി 0 ആണ്. u എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 എത്തി 15 0² - 15² = 2 × a × s. അതിന് ഒരു കാര്യം കൊണ്ട് ആക്സലേഷൻ എത്രയും നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ആക്സലേഷൻ തന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആക്സലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ആക്സലേഷൻ = v - u/t നമുക്ക് അറിയാവുന്ന ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്ര വന്നു 15 and the time is 90 seconds. It's 90. Minus into minus plus 15/90. Cancel ചെയ്താൽ എന്തോരം 1/6. That means acceleration is equal to 1/6. നമ്മുടെ ഇക്വേഷൻ v² - u² = 2as നകത്ത് a ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ a ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് വേണം ഇക്വേഷനിലേക്ക് അത് കൊടുത്തത്. s എന്ന് പറഞ്ഞാൽ എത്രയാ? s ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ കിട്ടും? s എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ -15² അല്ലേ. v² - u² = 2as. Therefore s എങ്ങനെ എഴുതാൻ പറ്റും? s is equal to v² - u² / 2a. v² അറിയാം, u² അറിയാം, a കണ്ടുപിടിച്ചു 1/6.
6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു ഉത്തരം? വാല്യൂ കിട്ടി. അവസാനം ഉത്തരത്തിലേക്ക് എത്തി. ഇതാ ആൻസർ ബിക്കം 675 മീറ്റർ. 675 മീറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എല്ലാം ഓർമ്മയുണ്ടാവണം. ഏതൊക്കെയാണ് പഠിച്ച ഇക്വേഷൻസ്? എപ്പോഴും നമുക്ക് പ്രോബ്ലം സെഷനിൽ അത് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? S is equal to ut plus half at square, v square minus u square is equal to 2as. പിന്നെന്താണ് വിളിച്ചിരിക്കുന്നത്? S is equal to and v is equal to u plus at. ഈ 3 ഇക്വേഷനും പഠിച്ചിരിക്കാം, പ്രോബ്ലം സെഷനിൽ ചോദിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ? ഗീവ് എക്സാമ്പിൾ. ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആക്സലറേഷനാണ് ഡീസലറേഷൻ അഥവാ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് വെലോസിറ്റി കൂടുന്നതിന് നമ്മൾ ആക്സലേഷൻ, വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എന്താണ് ആക്സലേറ്റ് കൊടുക്കാന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ വെലോസിറ്റി കൂടുക. അതേസമയം നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എന്ത് പറ്റും? അതിൻ്റെ വെലോസിറ്റി കുറയും അല്ലേ? അതിനാണ് റിട്ടാർഡേഷൻ അഥവാ ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ. അതേസമയം എന്താ പറയുക, നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് ദ ഡീസലറേഷൻ. So, എന്താണ്? If the velocity of a body decreases with the time, then the deceleration is negative. Okay, that means acceleration negative. Negative acceleration ആണ് deceleration. This negative acceleration is called deceleration or retardation. For example, bus comes to rest. Bus comes to rest. അല്ലെങ്കിൽ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന വെച്ച് നമുക്ക് നോക്കാം. എന്താണ്? മാസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 പകരം കൊടുക്കാമോ? എവിടെ എന്താണ് പകരം? അത് ഫുള്ള് മിസ്സിന് കാണാൻ പറ്റുന്നില്ല. 10 ആണോ ചോദിക്കുന്നത്? നമുക്ക് പ്രോബ്ലം സെഷനിൽ തന്നിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എഴുതാൻ ജിയുടെ വാല്യൂ 9.8 പകരം ചിലപ്പോൾ സമയത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 9.8 രണ്ട് എഴുതിയാലും 9.8 കുറച്ചും കൂടി ആക്യുറസി കിട്ടും എന്ന് മാത്രം. ഇത് റൗണ്ട് ഓഫ് നമ്പർ ആണ് അല്ലേ? നമ്മൾ റൗണ്ട് ഓഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. റൗണ്ട് ഓഫ് ചെയ്ത് ഇട്ടാലും കുഴപ്പമില്ല. ആൻസറിൽ ആ മെത്തേഡിനാണ് ഇക്വേഷൻ എഴുതി നിങ്ങൾ ചെയ്തതിനാണ് മാർക്ക് വരുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. 9.8 അറ്റം 10 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? ഒരു ട്രെയിൻ ട്രാവലിംഗ് വിച്ച് റീച്ചസ് ടു ദ സ്റ്റേഷൻ ആണെങ്കിൽ എന്താണ്? അത് ഡീസലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സലേഷൻ അല്ലേ? വെലോസിറ്റി കുറയുന്നു. അതേസമയം ട്രെയിൻ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നു, മുന്നോട്ട് പോകുമെന്നാ അത് പോസിറ്റീവ് ആക്സലേഷൻ ആണ്. ഇനി എന്താണ്? ഒരു ഒബ്ജക്റ്റ് നേരെ എടുത്ത് മുകളിലേക്ക് നമ്മൾ വെർട്ടിക്കലി അപ്പോഴും ഒരു സാധനം ഇറങ്ങണമെങ്കിൽ എന്നാൽ അത് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ അവസാനം 0-ലെത്തും അല്ലേ? ഏതൊരു ഒബ്ജക്റ്റും അതിൻ്റെ എക്സ്ട്രീം ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അപ്പോഴ് മോഷന് നാളെ ഫിസിക്സ് ഉണ്ടോ? നാളെ ഫിസിക്സ് ക്ലാസ് ഉണ്ട്. കണ്ണൻ സാറിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. കണ്ണൻ സാറിൻ്റെ പോർഷൻസ് എനിക്ക് തോന്നുന്നു തെർമോഡൈനാമിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് തിയറീസ് ഒക്കെ ആയിരിക്കണം. മിസ് ഇത് ഓർക്കുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നാളത്തെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എടുത്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ടും അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, മിൻഹ എന്താ പറയുന്നത്? ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ഉള്ളത് കുറച്ച് എനിക്ക് ഫുള്ളൊന്നും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇമ്പോർട്ടൻ്റ് ഉള്ളത് പറഞ്ഞു തരുമോ എന്നാണോ ചോദിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെറിവേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ഡെറിവേഷൻസ് ആണ്, എന്തെല്ലാം എന്ന് പറഞ്ഞു തരാമോ? ഈ ചാപ്റ്ററിലല്ലേ ഇത് പറഞ്ഞു തരാം കേട്ടോ. ഈ ചാപ്റ്ററിലെ എന്നുള്ള എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഓരോ ക്ലാസ്സുകളിലൂടെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ ഇതൊക്കെ ചോദിക്കും. ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രോബ്ലംസ് ചോദിക്കും. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കും. ഒരു ഗ്രാഫ് വന്നിട്ട് അതിൽ കറക്റ്റായിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കും. പിന്നെ ചിലപ്പോൾ ഒരു ടേബിൾ തരും. എന്നിട്ട് ടേബിൾ തന്നിട്ട് ചിലപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും. ആ ഗ്രാഫ് അതുപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കാം. പിന്നെ മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ആക്സലറേഷൻ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ആക്സലേറ്റഡ് ആയിട്ടുള്ള അത് ആക്സലേഷനും എത്രയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സലേഷൻ? എന്താ പോസിറ്റീവ് ആക്സലേഷനും നെഗറ്റീവ് ആക്സലേഷനും കണ്ടീഷൻ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്സലേഷനും വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലോ
അത് നെഗറ്റീവ് ആക്സിലേഷൻ ആണ് അല്ലേ. പോസിറ്റീവ് ആക്സിലേഷൻ, ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് വിത്ത് ടൈം, ദെൻ ഇറ്റ് ഈസ് പോസിറ്റീവ് ആക്സിലേഷൻ. ഇഫ് ദ വെലോസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് ആക്സിലേഷൻ ഓർ ഡീസലറേഷൻ. നെഗറ്റീവ് ആക്സിലേഷൻ, ഡീസലേഷൻ ഓർ റിട്ടാർഡേഷൻ, ഇതെല്ലാം ഒരേ വേർഡ് തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് വിത്ത് ടൈം, ദെൻ its acceleration is നെഗറ്റീവ് ആക്സിലേഷൻ. മിസ് പറഞ്ഞൊരു കാര്യം, അപ്വേർഡ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് വിചാരിച്ചാൽ, അതായത് ഒരു സാധനം വേർട്ടിക്കൽ അപ്വേർഡ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഓർത്തോളൂട്ട് അപ്വേർഡ് ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അപ്വേർഡ് മോഷൻ ആണെങ്കിൽ എന്താ, അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവസാനം ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വെലോസിറ്റി 0 ആവും. അതൊരു അപ്വേർഡ് മോഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ, അത് നെഗറ്റീവ് ആക്സിലേഷൻ ആണ്. അതേസമയം ഡൗൺവേർഡ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടല്ല, അത് പോസിറ്റീവ് ആക്സിലേഷൻ ആണ് അല്ലേ. അത് എത്രയാണെന്ന് ഓൾറെഡി പറഞ്ഞു, 9.8 ആണ്. താഴോട്ട് പോകുമ്പോൾ വെലോസിറ്റി കൂടുന്നു, പോസിറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, അതേസമയം നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ജി വാല്യൂ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താ, അപ്വേർഡ് നെഗറ്റീവ് ജി എടുക്കും പ്രോബ്ലം ചെയ്യുക. അതേസമയം ഡൗൺവേർഡ് ആണെങ്കിൽ ജിയുടെ വാല്യൂ നമ്മൾ പോസിറ്റീവ് കൊടുക്കും. പ്രോബ്ലം സെഷനിൽ ഇത് ആവശ്യം വരും കേട്ടോ. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കണ്ടീഷൻ വരുമ്പം അപ്വേർഡ് മോഷന് നെഗറ്റീവ് ജിയും ഡൗൺവേർഡ് മോഷന് പോസിറ്റീവ് ജിയും ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 parallel rail tracks run north south direction. ഓക്കെ, 2 പാരലായിട്ടുള്ള റെയിൽവേ ട്രാക്ക് ഉണ്ട്. എന്താ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഒന്ന് നോർത്തും ഒന്ന് സൗത്ത് ആയിട്ടുള്ള 2 ട്രെയിൽ ട്രാക്ക് ഉണ്ട്. ട്രെയിൻ എ മൂവ്സ് നോർത്ത് വിത്ത് എ സ്പീഡ് ഓഫ് നോർത്തിലേക്കാണ്. ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി ഇവിടെ നോർത്ത് സൗത്ത് ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞത് എങ്ങോട്ടാണ്, നോർത്തിലേക്കാണ് പോകുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് 54 km/h. ഇത് എങ്ങോട്ട് പോയി, എ 54 km/h ട്രാവൽ ചെയ്തു. ആൻഡ് ബി മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. എങ്ങോട്ടായിരുന്നു, ഇറ്റ് ഈസ് വിത്ത് എ സ്പീഡ് ഓഫ്, ആൻഡ് ബി മൂവ്സ് സൗത്തിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രെയിൻ ബി മൂവ് ചെയ്യുന്നത് സൗത്ത് ഡയറക്ഷനിലേക്കാണ്. അത് 90 km/h ആണ്. മുകളിലെയോ 54 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പം നമ്മൾ സാധാരണ എങ്ങനെയാ, വി എ ലെറ്റ് ഇറ്റ് ബി വി എ എന്താണ്, 54 km/h ആണ് അല്ലേ. ഈ 54 km/h നമ്മൾ എന്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞേക്കണേ, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്ത് കിട്ടി, 54 km/h 5/18 ചെയ്തപ്പം എന്ത് കിട്ടിയായിരുന്നു, നേരത്തെ ചെയ്തതുകൊണ്ട് നമുക്ക് ഉത്തരം അറിയാം അല്ലേ, 15 m/s. ഓക്കെ, ആൻഡ് ബി ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, എ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ വെലോസിറ്റി വന്നിരിക്കുന്നത്. സോ ലെറ്റ് ബി ബി ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ്, ഒരു ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, വി വാണ്ട് ടു കൺസിഡർ ദ ഡയറക്ഷൻ. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വൺ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ്, isn't it? അപ്പോൾ എന്താ, വി ഹാവ് ടു കൺസിഡർ നെഗറ്റീവ് ആയിട്ട് എടുക്കണം അല്ലേ. ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞോ എന്നാണോ, ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞോ മാം? കുറച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ, ഇനിയും ഉണ്ട്, ഡെറിവേഷൻസ് വരുന്നുണ്ട്. എന്ത് പറ്റി, ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തത്? സാരിയില്ല, ക്ലാസ് കഴിഞ്ഞ ശേഷം മുന്നത്തെ ക്ലാസ്സുകൾ ഒന്ന് വീണ്ടും ഇരുന്ന് കാണാമല്ലോ, യൂട്യൂബിലല്ലേ, സുഖമായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല കേട്ടോ. മുമ്പ് പറഞ്ഞാൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പോയി കാണാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ശേഷം അതൊന്ന് കണ്ടോളൂ. ലേറ്റ് ആയോ ക്ലാസ്, സ്കൂളിൽ നിന്ന് വന്നപ്പം മിൻഹ? ഓക്കെ, ദെൻ ബി എന്താണ്, ബി വെച്ചിട്ട് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 90 km/h. ഈ 90 km/h നമുക്ക് എന്തായിട്ട് മാറ്റണം, സെക്കൻഡിലേക്ക്, m/s മാറ്റണം അല്ലേ. 90 × 5 എന്ത് പറഞ്ഞേക്കണം, 5/18 ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു m/s. എത്ര ടൈംസ് വരും, ഇത് 2 ടൈം വന്നു, ഇത് 10 ടൈം വന്നു, എഗെയിൻ ക്യാൻസൽ ചെയ്തു, 5 വിച്ച് ഈസ് ഈക്വൽ ടു 25 m/s. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ -25 m/s വന്നു. വി എ കണ്ടു, വി ബി കണ്ടു. ഇനി എന്താ വേണ്ടേ, റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി, വി ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പം അങ്ങനെ എഴുതുന്നത് വി ബി എ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വിച്ച് ഈസ് ഈക്വൽ ടു വി ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ എന്താ, വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ ആണ് റിലേറ്റീവ് വെലോസിറ്റി. സോ ഇതാ വി എ കണ്ടുപിടിച്ചു 50 m/s. വി ബി കണ്ടുപിടിച്ചു -25 m/s. ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി വി ബി എ എഴുതുമ്പോൾ ഇങ്ങനെ വേണം കേട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പം
VBA is equal to VB minus VA. So VB already കണ്ടുപിടിച്ചെന്താ -25 ആണ്, -15. So answer become -40 meter per second. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രെയിൻ വരുന്നതെങ്കിൽ ആക്ച്വൽ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡാണ് നമുക്കത് ഫീൽ ചെയ്തത് അല്ലേ. അതേസമയം ഒരേ ഡയറക്ഷനിലാണ് രണ്ട് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നെങ്കിൽ എന്താ ആക്ച്വൽ ആ വെലോസിറ്റി ആണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, റിലേറ്റീവ് വെലോസിറ്റി. ഒരേ ഡയറക്ഷനിലാണ്, ഇപ്പോൾ രണ്ടും ഒരു 60 km/h അടുത്ത് 80 km/h ആണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ 60ഉം 80 ആയിട്ടും ഫീൽ ചെയ്യില്ല, റിലേറ്റീവ് വെലോസിറ്റി കുറയും. ബട്ട് ഇഫ് യു ആർ ട്രാവലിംഗ് ദ ട്രെയിൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആക്ച്വൽ വെലോസിറ്റിനേക്കാളും കൂടുതൽ വെലോസിറ്റി ആയിരിക്കും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷൻ 15 meter per second ഒന്ന് പോയി, അടുത്തത് എത്രയാണ് 25 meter per second ആണ്. പക്ഷേ അതിനേക്കാളും കൂടിയ എത്രയാ 40 meter per second സ്പീഡ് ആയിരിക്കും റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദ ട്രെയിൻ ബി അപ്പിയേഴ്സ് ടു എ ആസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 meter per second ഫ്രം നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. നോർത്തിൽ നിന്നും സൗത്ത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുന്നത്. കാര്യം എന്തുകൊണ്ടാണ്, ദ നെഗറ്റീവ് ഡയറക്ഷൻ വന്നല്ലേ, നെഗറ്റീവ് എന്നെടുത്തത് നമ്മൾ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരുന്നു. സോ ഓർത്തോളൂ, ഇത് ഇൻ കേസ് അത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്തേനെ, സൗത്ത് ടു നോർത്ത് എന്ന് ഫീൽ ചെയ്തേനെ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റി. നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്ക്. ഓക്കെ, നമ്മൾ അങ്ങനെ എടുത്തത് കൊണ്ടാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അറൈവ് ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഷോൺ ബിലോ. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ടോ? Acceleration time graph of a body is shown below. Draw the corresponding velocity time graph. What does the what question complete അല്ലട്ടോ, മാറിപ്പോയതാണേ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആസ് ഷോൺ ബിലോ. ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലേഷൻ ടൈം ഗ്രാഫ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്താ? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാൻ പറ്റും? യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഫസ്റ്റ് വൺ എന്താ, ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ്. ഏത് സെക്കൻഡാണോ ആ സെക്കൻഡിൽ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് പറ്റും? ആക്സിലേഷൻ. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് തന്നെ പറയുന്നത്. ഏതൊരു ഗ്രാഫിൽ നിന്നും ഇത് ആക്സിലേഷൻ ടൈം ഗ്രാഫാണ്. എന്താണ് ആക്സിലേഷൻ അറ്റ് എ ടൈം? 5th സെക്കൻഡിൽ ആക്സിലേഷൻ എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് 10th സെക്കൻഡിൽ ആക്സിലേഷൻ എത്രയാണ് ടൈം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നത് മാത്രമല്ല, ഏത് ഇൻസ്റ്റന്റിലെയും ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ ഏത് യൂസ് ചെയ്യാൻ പറ്റും? ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫ് പറ്റും. പിന്നെ എന്താ, ടു ഫൈൻഡ് ദ വെലോസിറ്റി. ഇതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷൻ പ്ലോട്ട് ചെയ്ത ഏത് പ്ലോട്ട് ചെയ്യാം? ഇത് ചെയ്യുന്ന ആക്സിലറേഷൻ ഉപയോഗിച്ച് ഇതിന്ന് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ വെലോസിറ്റിയിലേക്ക് എത്താം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പറ്റും വെലോസിറ്റി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എനി ഏതൊരു ഇൻസ്റ്റൻറ്റിലെയും ആക്സിലറേഷനും നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെന്താ വേണ്ടത്? What is the use of accelerated time graph? കഴിഞ്ഞു. Draw the velocity time graph using the above graph. We want to draw what? ഈ തന്നിരിക്കുന്ന ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കണം. മിൻഹയ്ക്ക് ക്ലിയർ ആയോ? ഗ്രാഫ് ദേ ക്വസ്റ്റിനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നിരിക്കുന്ന മിസ് ഒന്നും കൂടി വലുതാക്കി വരയ്ക്കുന്നു, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ. തന്നിരിക്കുന്നത് എന്താണ്? ഒരു ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫാണ്. പോസിറ്റീവ് ആക്സിലറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് ടൈം മിസ് ഇവിടെ എടുത്ത് വരയ്ക്കുന്നു. 1, 2, 3, 4, 5 ആൻഡ് 6 സെക്കൻഡിൽ ആക്സിലേറ്റഡ് ടൈം ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ 4 ആൻഡ് ഹിയർ -4 ആണ്. -4 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ എന്തായിട്ട് മാറ്റണം? വെലോസിറ്റി ടൈം ഗ്രാഫായിട്ട് മാറ്റണം അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോൾ എങ്ങനെ വരയ്ക്കും? ഇതാ ആക്സിലറേഷൻ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇത് വെലോസിറ്റി, ഇവിടെ ടൈം. ഇവിടെ നോക്കിക്കേ, കോൺസ്റ്റൻറ്റ് അത് ടൈം പറഞ്ഞേക്കണം. നോക്കിക്കേ, ഇവിടെ മുതൽ എവിടെ വരെ 1, 2, 3 സെക്കൻഡ് വരെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ദാറ്റ് മീൻസ് എന്താണ്? പോസിറ്റീവ് വെലോസിറ്റി. ഏത് ടൈം വരെ? 1, 2, 3, 4, 5, 6. ആ ടൈം അതുപോലെ തന്നെ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യണം അല്ലേ? ഏതാ? 1, 2, 3 സെക്കൻഡ് വരെ കോൺസ്റ്റൻ്റ് ആണ് ആക്സിലറേഷൻ. അതായത് വെലോസിറ്റി ഒരുപോലെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ. ഏത് ടൈം വരെ? ദ പോയിന്റ്
3 സെക്കൻഡ് വരെ. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇതാ നേരെ ആക്സലേഷൻ നെഗറ്റീവായി മാറി അല്ലേ? നെഗറ്റീവ് ആണ്, പക്ഷേ ഇറ്റ്സ് കോൺസ്റ്റന്റ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള ആക്സലേഷൻ ആയിട്ട് അത് മാറി. സോ ദാറ്റ് മീൻസ് എന്താണ്? വെലോസിറ്റി എന്തായിരിക്കും? അതെന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് ആക്സലേഷൻ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ആക്സലേഷൻ അപ്വേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആക്സലേഷൻ എങ്ങനെയാ? ഡൗൺവേർഡ് ആണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരച്ചത്. ആദ്യം തന്നെ അത് കാണിച്ചു തന്നായിരുന്നു അല്ലേ? എങ്ങനെയാണ് പോസിറ്റീവ് ആക്സലേഷൻ വരക്കണത്, നെഗറ്റീവ് ആക്സലേഷൻ വരക്കണത് മിസ് കാണിച്ചു. അപ്പം അതുപോലെ എങ്ങനെ വരക്കും? ഇതാണ് എന്തിന് കറസ്പോണ്ടിങ് ഗ്രാഫ്? ഈ തന്നിരിക്കുന്ന ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതൊരു എക്സാമ്പിൾ മാത്രം. ഇതുപോലെ ക്ലിയർ ആയിട്ടും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, then find the displacement in the given interval of time from 0 to 3 second. ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇവിടെ എന്ത് വേണം? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? ആരാ ഉത്തരം പറയണം? വേഗം ഒന്ന് ഉത്തരം പറഞ്ഞേ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ആരാണ്? മിൻഹയാണോ? ആദ്യമാണോ? ആരാണ്? നമ്മുടെ മാസ്റ്റർ ആണോ പെട്ടെന്ന് ഉത്തരം പറയുന്നത്? ലാഗിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഉത്തരം എന്നാലും ടൈപ്പ് ചെയ്ത് വെക്കട്ടോ. എന്തായിരിക്കും? വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇൻ ദ കേസ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സമയം 0 to 3 സെക്കൻഡ് മതി അല്ലേ? സോ ഞാൻ എന്ത് എടുക്കണം? 0 to 3 സെക്കൻഡ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാം. ദിസ് ഇസ് ദ ഏരിയ. ഏരിയ മെഷർ ചെയ്താൽ പോലെ ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ്. ട്രയാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഹാഫ് BH. ഏരിയ ഹാഫ് ഇൻറ്റു ബി ബേസ് ആണ് അല്ലേ? ദറ്റ് ഈസ് 3H. ഹൈറ്റ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ? 4 ആണ് അല്ലേ? ദറ്റ് ഈസ് 4 ഇൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 ഒബ്ജക്റ്റ് A ആൻഡ് B ആർ ഷോൺ ബിലോ. ഇവിടെ രണ്ട് ടൈം സ്ലോപ്പ് വന്നിട്ടുണ്ട്, A ഉണ്ട് B ഉണ്ട്. ഇറ്റ്സ് എ പൊസിഷൻ ടൈം ഗ്രാഫ്, XT ഗ്രാഫ് ആണ് കേട്ടോ. ഇനി എന്താ ചോദ്യം? വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ഓഫ് A ആൻഡ് B. രണ്ട് ചോദ്യമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് പഠിക്കണം? ഇതിൽ A ആണോ B ആണോ കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ്സ് എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് എങ്ങനെ വെലോസിറ്റി കിട്ടും? ദ സ്ലോപ്പ് ആണ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. ഇതിൽ ഏതിനാണ് കൂടുതൽ സ്ലോപ്പ് വരുന്നത്? എയ്ക്കാണോ അതോ ബിക്കാണോ? A ആണല്ലേ കൂടുതൽ സ്ലോപ്പ് ഉണ്ടായിരിക്കുന്നത്. സ്ലോപ്പ് കൂടുതലാണെന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ആണ്, വെലോസിറ്റി. സോ നെറ്റ് പ്രോബ്ലം ഉണ്ടല്ലേ? സാരിയില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ശേഷം സ്കിപ്പായി പോയ കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. മാസ്റ്റർ അതാരാണെന്ന് പറഞ്ഞില്ല, മാസ്റ്ററിൻ്റെ പേര് പറഞ്ഞില്ല, മാസ്റ്റർ നെയിമിങ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. ഓക്കെ, പേരും കൂടി ആയിക്കോട്ടെ മുന്നേ. അപ്പം ഹിയർ A എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് കൂടുതലാണല്ലേ? സ്ലോപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വെലോസിറ്റി കൂടുതലാണെന്ന്. അപ്പം എയ്ക്കാണോ ബിക്കാണോ? എയ്ക്കാണ് ഇവിടെ വെലോസിറ്റി കൂടുതൽ. സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എന്താ? A ആണ്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് കേട്ടോ. എയുടെ ആംഗിൾ എന്ന് പറയുന്നത് 60 എന്ന് തന്നിട്ടുണ്ട്. ബിയുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 30 ആണ്. ക്ലിയർ അല്ല? ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. A ടൈമിൻ്റെ ഇടയിലും ഈ A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 60, B എന്ന് പറയുന്നത് 30 ആണ്. നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Find the ratio of velocity of A and B. Ratio of velocity of A and B. നമുക്ക് എന്താ velocity of A and B കണ്ടുപിടിച്ചൂടെ? Ratio of velocity അതായത് VA by VB. Velocity of A. Velocity of A എന്ന് വെച്ചാൽ എന്തായിരുന്നു? tan theta എന്ന് മിസ് പറഞ്ഞു അല്ലേ? ഇറ്റ്സ് എ സ്ലോപ്പ്. വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. tan theta of A divided by tan theta of B. എന്തുകൊണ്ടാണ് tan theta എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നു? സ്ലോപ്പാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. A എന്നതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് tan theta എടുത്താൽ മതി. tan theta that means tan 60 divided by and what is the velocity? tan B. B എന്ന് പറയുന്നത് എന്തായിരുന്നു? tan 30. tan 60 by tan 30 ചെയ്താൽ മതി. എന്ത് വരും ഉത്തരം? ഇതാ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ബോഡി A ആണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ദ വെലോസിറ്റി. ഹയർ ദ സ്ലോപ്പ് ഗ്രേറ്റർ ദ വെലോസിറ്റി. എന്ത് പറ്റും? സ്ലോപ്പ് കൂടും, അതോടൊപ്പം തന്നെ വെലോസിറ്റിയും കൂടുകയും ചെയ്യും. റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് A by സ്ലോപ്പ് B. സ്ലോപ്പ് A by സ്ലോപ്പ് B. ഇപ്പം നമ്മൾ ചെയ്തെന്താ? സ്ലോപ്പ് A by സ്ലോപ്പ് B ചെയ്തപ്പോൾ എന്ത് വന്നു? tan 60 by tan 30.
tan 60യുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓൾറെഡി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. മാത്സിൽ നമ്മൾ ചെയ്തൊരു മെത്തേഡാണ് അല്ലേ. ഇത് 60 ആണ്, ഇത് 30 ആണ്, ഇത് 90 ആണെങ്കിൽ 1:√3:2 is the side ratio of the triangle. And here we want to find out the tan 60. Tan 60 ഇതല്ലേ? ഈ tan 60 എന്ന് വെച്ചാൽ എന്ത് വരും? Opposite side by adjacent side, which is equal to √3/2. √3/1 is tan 60. And what about tan 30? Tan 30 എന്ന് പറഞ്ഞാൽ എന്താ? Opposite side by adjacent side. That means 1/√3. That means ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്താ? √3/1 into എന്ത് വന്നു? Into √3/1, which is equal to √3 into √3, it become 3. So എന്ത് വന്നു? വെലോസിറ്റി, ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. ഈ മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തതിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. ഞാൻ ഒരു കോമൺ മെത്തേഡിൽ ഇട്ടു. ഇപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് കൊടുത്തെന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ സാരിയില്ല, ടാൻ ഈ വാല്യൂ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് വാല്യൂ ബൈ ഹാർട്ട് അറിയുമെങ്കിൽ ക്ലാസ് ടേബിളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ക്ലാസ് ടേബിളൊക്കെ അത് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് 3. Clear alle? Next question. If v is the velocity and a is the acceleration, give an example of physical situation for each of the following cases. തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? ഓരോ കണ്ടീഷനിലും വരുന്ന ഫിസിക്കൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇതിന് എക്സാമ്പിൾസ് കണ്ടുപിടിക്കണം. ഓരോന്ന് നോക്കാം. ഇതെന്താ? v is not equal to 0 but acceleration is equal to 0. ആക്സലറേഷൻ ഇല്ല, പക്ഷേ വെലോസിറ്റി 0 അല്ല. അതായത് എന്താ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ എന്താ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഒരു ഫാക്ടർ, ഒരു വാല്യൂ ഉണ്ടാവും, പക്ഷേ ആക്സലേഷൻ 0 ആയിരിക്കും. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? v is not equal to 0, a equal to 0. അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക അല്ലേ? എ ബോൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. മനസ്സിലായല്ല? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഒരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 3 m/s അല്ലെങ്കിൽ 15 m/s ഇസ് എ വെലോസിറ്റി വാല്യൂ. പക്ഷേ യൂണിഫോം ആയതുകൊണ്ട് ആക്സലറേഷൻ 0 ആണ്. ഒരു എക്സാമ്പിളായി. രണ്ടാമത്തെ എന്താ? v 0 ആണ്, പക്ഷേ ആക്സലറേഷൻ നോട്ട് 0 ആണ്. ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു ഒബ്ജക്റ്റ് അപ്വേർഡ് മുകളിലേക്ക് എറിഞ്ഞു. എറിഞ്ഞ് ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ അതിന് വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ അതിനെന്താണ്? ഒരു ആക്സിലറേഷൻ ഉണ്ട്, ഡൗൺവേർഡ് ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? ജി വാല്യൂ ഉണ്ട്. എങ്ങോട്ട് അത് ആക്സിലേറ്റ് ചെയ്യുന്നത്? താഴോട്ട് പോകാനാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് അല്ലേ? ഇറ്റ് ഈസ് 9.8 ആക്സിലറേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ ദിസ് കണ്ടീഷൻ വെലോസിറ്റി 0 ആണ്, പക്ഷേ ഇറ്റ് ഹാവ് എൻ ആക്സിലറേഷൻ. ദാറ്റ് മീൻസ് എ ബോൾ ത്രോൺ അപ്പ് ടു റീച്ച് ദ ഹയസ്റ്റ് പോയിന്റ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ബട്ട് ആക്സലറേഷൻ ഉണ്ട്. അനദർ എക്സാമ്പിൾ ആയല്ലേ? ഇനി അടുത്തത് എന്താണ്? വെലോസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ആക്സലറേഷൻ ഇസ് ലെസ് ദാൻ 0. ആക്സലറേഷൻ ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സലേഷൻ. വെലോസിറ്റി ഉണ്ട്, നെഗറ്റീവ് ആക്സലേഷൻ. ദാറ്റ് മീൻസ് ഒരു ട്രെയിൻ റീച്ചസ് എവിടെ നിന്നാണ്? ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് റീച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം എന്താ? അതിനൊരു ഗ്രേറ്റർ 0-നേക്കാളും വലിയൊരു വെലോസിറ്റിയാണ്, അത് മൂവിങ് ആണ്. പക്ഷേ ആക്സലറേഷൻ ഇറ്റ്സ് നെഗറ്റീവ്. റിട്ടാർഡഡ് മോഷൻ എന്തിന് എക്സാമ്പിളാണ്? ഈ ഒരു സിറ്റുവേഷൻ എക്സാമ്പിളാണ്. ഇതാ ബോൾ മൂവിങ് അപ്വേർഡ് ആണെങ്കിലും സെയിം കണ്ടീഷൻ ആണ് അല്ലേ? ബോൾ മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ എന്താ? വെലോസിറ്റി ഉണ്ട്. ആൻഡ് എന്താണ്? നമ്മൾ മുകളിലേക്ക് പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് -9.8 m/s എന്നാണ് പറയുന്നത് അല്ലേ? ഇറ്റ്സ് നെഗറ്റീവ്. ഇറ്റ്സ് നെഗറ്റീവ് വാല്യൂ മീൻസ് ഇറ്റ്സ് ലെസ് ദാൻ 0. നമുക്ക് ഏതാണോ നമുക്ക് അറിയാവുന്നത് ഇതായിട്ട് കണക്ട് ചെയ്ത് എവിടെ നിന്നാണ് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അല്ലേ? ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. എങ്ങനെയാണ്? ഇത് മാത്രം ആവണമെന്നില്ല, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ റിപ്പീറ്റ് ചെയ്യാം എക്സാം ഹോളിൽ. ഓക്കെ, നെക്സ്റ്റ് ഡിറൈവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഫോർ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഡെറിവേഷൻ തുടങ്ങിയല്ലേ? ഡെറിവേഷൻ വളരെ ചെറിയതായിട്ടും വളരെ എളുപ്പത്തിലുള്ള ഡെറിവേഷൻ നമുക്കിത് കവർ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം ആക്സലേറ്റഡ് മോഷൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ഞാൻ ഒരു ഗ്രാഫിൽ നിന്ന് തുടങ്ങുന്നു. ഗ്രാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞിട്ടില്ല നമുക്ക് ഏത് മെത്തേഡും വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഫ്രം ദ ഗ്രാഫ് എന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ ഉണ്ടല്ലേ? ഗ്രാഫിൽ നിന്നും അല്ലാതെ തിയറിറ്റിക്കലും നമുക്ക് ഡെറിവേഷൻ പറയാം. ഇവിടെ ഫ്രം ദ ഗ്രാഫ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാമെന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് ഒരു എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി
ടൈം ഗ്രാഫ് എടുത്തു, വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. ഇറ്റ്സ് യൂണിഫോം ആക്സലറേറ്റഡ് ബോഡി. നമ്മൾ ഓൾറെഡി ഓർമ്മയുണ്ടോ ഒരു ഡെറിവേഷൻ, ആ ഏരിയ ഉണ്ട്, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പ്രൂവ് ചെയ്തില്ലേ? അതേ ഡെറിവേഷൻ തന്നെയാണ് ഇവിടെ വേണ്ടത്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ആണത് എന്നതിൽ നിന്ന് നമുക്ക് ഇക്വേഷനിലേക്ക് എത്താം. ഏത് ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശ്രദ്ധിക്കുക കേട്ടോ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിറൈവ് ചെയ്യാൻ പോവാണ് ഫ്രം ദ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്ലോട്ട് ചെയ്യാം? ഓൾറെഡി പറഞ്ഞേക്കണം, ടൈം ഉണ്ട് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുത്തു, ഫൈനൽ വെലോസിറ്റി വി കൊടുത്തു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഉണ്ട് ദ ഗ്രാഫാണ് അല്ലേ? ലെറ്റ് ഇറ്റ് ബി ഏരിയ ഉണ്ട് ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ്, പേര് കൊടുക്കണം അല്ലേ? ഇത് ഒ, എ, ബി, സി ആൻഡ് ഡി. ഏരിയ ഓഫ് ഒ, എ, ബി, ഡി പ്ലസ് ഏരിയ ഓഫ് ഡി, ബി, സി. ട്രയാങ്കിൾ ഡി ബി സിയും റെക്റ്റാങ്കിൾ ഒ എ ബി ഡിയുടെയും ഏരിയ കണ്ടുപിടിക്കുക അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഒ എ ബി ഡി. ആക്ച്വലി വാട്ട്? ബി ഇൻറ്റു എച്ച് ആണ്. ബി ഇൻറ്റു എച്ച്. ബി ഈസ് ദ ടൈം അല്ലേ? ടൈം. എച്ച് എന്ന് വെച്ചാൽ എന്താ? ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ദിസ് ഈസ് യു, ടി ഇൻറ്റു യു പ്ലസ് പിന്നെ എന്താ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി. ട്രയാങ്കിൾ ഡി ബി സിയുടെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ദാറ്റ് മീൻസ് ഹാഫ്. ബേസ് ഈസ് ടൈം ഇറ്റ്സെൽഫ്, ഹൈറ്റ് ഈസ് വാട്ട് ഈസ് ദ വെലോസിറ്റി ചേഞ്ച് ആണല്ലേ? വി മൈനസ് യു ആണ്. ഇവിടെ വരെ എത്തി. ഇനി നമുക്ക് അറിയാവുന്ന ആക്സിലറേറ്ററിൻ്റെ ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം. ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വി മൈനസ് യു വിച്ച് ഈസ് എ ടി അല്ലേ? വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ടി അല്ലേ? അപ്പോൾ ഈ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം, ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി. ദാറ്റ് മീൻസ് യു ടി plus half at square. That means displacement S is equal to ut plus half at square. Clear? ഫസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തു. ഇനി എന്ത് വേണം? അതായത് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഏതിലേക്ക് പോകാം? ഏറ്റവും സിമ്പിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, സിമ്പിൾ. നമുക്കറിയാവുന്ന ആക്സിലേഷൻ്റെ ഇക്വേഷൻ. ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. എ ടി എന്ന് പറഞ്ഞാൽ എന്തോന്നു? എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു അല്ലേ? എന്താ നമുക്ക് വേണ്ടത്? വി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വി ഇവിടെ നിർത്തി, യുവിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? എ ടി. ഇവിടെ പ്ലസിനെ ഈക്വൽ സൈൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ത് വരും? യു ഐ. ദാറ്റ് ഈസ് വി. ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇക്വേഷനും പ്രൂവ് ചെയ്തു അല്ലേ? അടുത്ത ഇക്വേഷൻ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി എന്ത് വേണം? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ മൈനസ് അല്ല ഇവിടെ കൊടുത്തത്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് വേണം ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? ഇത് പ്രൂവ് ചെയ്യുന്നത് സ്റ്റാർട്ട് ഫ്രം എ ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എസ് എന്തായിരിക്കും? നമ്മൾ സാധാരണ ഡിസ്പ്ലേസ്മെന്റിന് എസ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടല്ലേ? ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് അതിനെ സാധാരണ എസ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം. എങ്ങനെ വെലോസിറ്റിയുടെ ഇക്വേഷൻ? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ആവറേജ് വെലോസിറ്റി അറിയാം അല്ലേ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡ് ബൈ 2. വെലോസിറ്റിക്ക് വരുന്ന ആവറേജ് വെലോസിറ്റി കൊടുത്തു. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ടി? ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. സോ ഏതൊക്കെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ടൈമിന് ഇത് കൊടുക്കും, വെലോസിറ്റിക്ക് ആവറേജ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞാൽ വിക്ക് പകരം വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടൈമിന് പകരം വി മൈനസ് യു ബൈ എ. ക്ലിയർ അല്ലേ? ഇതാ
എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമില അല്ലേ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ 2a. What is that? A plus b into a minus b. A square minus b square. That means ഈ 2a നെ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പം 2as is equal to v square minus u square. നമ്മുടെ ഇക്വേഷനായി നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ഈ ഫോർമാറ്റിലേക്ക് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അങ്ങോട്ടാക്കാം അല്ലേ v square is equal to 2as plus u square. ഇക്വേഷൻ പ്രൂവ് ചെയ്തല്ലേ ദാറ്റ് മീൻസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാം. ഏത് മെത്തേഡും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഗ്രാഫ് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്തു പഠിക്കാം. ഓക്കെ നെക്സ്റ്റ് വേഴ്സിലേക്ക് പോവാം. Free fall is uniformly accelerated motion. Draw the velocity time graph of a free fall. ഫ്രീ ഫോളിംഗ് മോഷൻ്റെ എന്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ വരച്ചിട്ടുള്ളേ ഫ്രീ ഫോളിംഗ് ബോഡി ആണെങ്കിൽ എന്താ വെലോസിറ്റി എന്താ പറ്റുക ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഓൾവേസ് ഇൻക്രീസ് ചെയ്യും. ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. വി ടി ഗ്രാഫിൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി 20 meter per second from the top of the building. The height of the point from where the ball is thrown is 2.0 meter from the ground. How high will the ball rise? ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്നാലും ശ്രദ്ധിക്കുക. ദ ബോൾ ഈസ് ത്രോൺ വേർട്ടിക്കലി വിത്ത് എ വെലോസിറ്റി. ഒരു ബോള് നേരെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെലോസിറ്റി വന്നിട്ടുണ്ട് വി ഈസ് ഈക്വൽ ടു നോട്ട് ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിനെ യു എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് ഈക്വൽ ടു 20 meter per second ആണ്. ആൻഡ് അതിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്താവും 0. ഏറ്റവും മുകളിലെ പോയില് ഫൈനൽ വെലോസിറ്റി 0 ആയി. ആൻഡ് ദ ഹൈറ്റ് എവിടെ നിന്നാണ് ത്രോൺ ചെയ്തിരിക്കുന്നത് 25 മീറ്ററിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്. ദ ടൈം തന്നിട്ടുണ്ടോ ദ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി വിത്ത് എ വെലോസിറ്റി 20 meter per second ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം വേർ ദ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പം നമുക്ക് ഇതിനകത്ത് ആക്സലറേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇതിൽ നിന്ന് എടുക്കാം. ആക്സലറേഷൻ അപ്വേർഡ് ആകുമ്പോൾ ആക്സലറേഷൻ എന്താ -9.8 meter per second square. ഓക്കെ അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടം വരെയായിരുന്നു. ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കണം? യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്, എത്ര ഹൈറ്റിലേക്ക് ആ ബോൾ എത്തിച്ചേരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് എത്ര ഹൈറ്റിലേക്ക് എത്തും എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ ആക്സലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഒരു തവണ ചോദിച്ചൂലേ, എന്തെടുക്കണം, ഏതെടുക്കണം, ഏതെടുക്കണം. ആക്സലേഷൻ വേണമെങ്കിൽ -10 എടുക്കണം അല്ലേ, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എളുപ്പത്തിൽ ഞാൻ എന്തെടുക്കണം? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, ഏത് ഇക്വേഷൻ എടുക്കാൻ പറ്റും? നമ്മൾ പഠിച്ച ഇക്വേഷൻ v² - u² = 2as. ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എസ് കണ്ടുപിടിക്കാം അല്ലേ. എസ് ഇസ് ഈക്വൽ ടു v² - u² / 2as. v² - u² / 2as-ൻ്റെ 2a ഇങ്ങോട്ട് വരും അല്ലേ, 2 × a. അപ്പോൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഹൈറ്റിലേക്ക് എത്തി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. v എന്ന് പറയുന്നത് 20², ദാറ്റ് മീൻസ് 400 - 0 ആൻഡ് 2 ഇൻറ്റു ആക്സിലറേഷൻ ഈസ് 10 -10 അല്ലേ. v എഴുതിയപ്പോൾ മാറിപ്പോയല്ലോ, v² - u². Here v is equal to 0 - 400 is equal to and 2 into acceleration -10. -10 കൊടുത്തു. ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ, 0 ക്യാൻസൽ ചെയ്തു. ആൻഡ് എത്ര ടൈംസ് വന്നു? 20 ടൈംസ്. ആൻഡ് നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് 20 മീറ്റർ. 20 മീറ്ററിലേക്ക് വരെ അത് ഉയരത്തിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണ്? how long will it be before the ball hits the ground? ഇവിടെ തന്നിരിക്കുന്ന ഹൈറ്റ് 25 മീറ്ററിലാണ് അത് ഇരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ആ 25 മീറ്ററിൽ നിന്ന് നേരെ താഴെ എത്താനായിട്ട് എത്ര ടൈം അവിടെ എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് തന്നിട്ടുണ്ട്. 25 മീറ്റർ ആണ്. പിന്നെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, 20 മീറ്റർ പെർ v is equal to 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ആൻഡ് ആക്സിലറേഷൻ ഉണ്ട്, നമുക്ക് ടൈം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കാം? എസ് ഇസ് ഈക്വൽ ടു ut + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് അറിയാം, u ദാറ്റ് മീൻസ് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി u അറിയാം, എല്ലാം അറിയാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹിയർ എസ് എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അത് നേരെ ഗ്രൗണ്ടിലെത്തണം. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 20 ആൻഡ് ടൈം t + ½ ആക്സിലറേഷൻ ഈസ് 10 by അല്ല ഇൻറ്റു 10 t². അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് 10 ഇൻറ്റു ചെയ്യുമ്പോൾ എന്തോ വന്നു? 5 വന്നു അല്ലേ. ഇനി എന്താ? 25 കോമൺ ആയിട്ട് 5ൻ്റെ ടേമാണ്. അപ്പോൾ നമുക്കതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. 25 എന്ന് പറഞ്ഞാൽ 5 is equal to 4t + t². ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? t² + 4t + 5 is equal to 0. ഇക്വേഷൻ ആയല്ലേ, ബൈനോമിയൽ ഇക്വേഷൻ ഫോർമുല ആയ. അപ്പോൾ ടീൻ്റെ വാല്യൂ നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇറ്റ്സ് 4. ആൻസർ എന്ത് വരുന്നു? ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ബിക്കോസ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ടി രണ്ടും എന്താ? പ്ലസ് ആണല്ലേ, +1 ആൻഡ് +4 ചെയ്തു വരുമ്പോൾ എന്താ ആൻസർ? ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്ന ആൻസർ. 4 -4 അല്ലെങ്കിൽ -1 ഉത്തരം വരും കേട്ടോ. ഇക്വേഷൻ ബൈനോമൽ ഫോമിൽ ജസ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തു. ഇതിന് -5 ആണ്. ഓക്കെ, -5 ആണ്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. t² + 4t - 5. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് വന്നു? ഇറ്റ് ഈസ് പ്ലസ് ആൻഡ് ഇറ്റ് ഈസ് മൈനസ്. സോ ആൻസർ ബിക്കം ടൈം പോസിറ്റീവ് ആണ്, മൈനസ് എടുക്കാൻ പാടില്ല. സോ ദ ആൻസർ ബിക്കം 4 സെക്കൻഡ്. ദ ടൈം ബിക്കം 4 സെക്കൻഡ്. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an object released near the surface of the earth is said to be in free fall. Neglect the air resistance. Choose the correct statement from the clues. ഇതിന്ന് ഏറ്റവും എന്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണം. ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? ഫ്രീ ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സിലേറ്റഡ് മോഷൻ എന്ന യൂണിഫോം ആക്സിലേറ്റഡ് മോഷൻ നമ്മൾ പഠിച്ചു. The incomplete table shows the velocity of the free falling object, the time interval of 1 second. തന്നിരിക്കുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ടേബിളാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാഫ്. ഇവിടെ തന്നിരിക്കുന്നതാണ് യൂണിഫോം മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റിയും ഒരുപോലെ ഇൻക്രീസ് ചെയ്യും. ഇവിടെ 10 ആണ്, 2 എണ്ണം ഗ്യാപ്പ് ഉണ്ട്, 30, 40, 50 ആണ്. സോ ഇതെന്തായിട്ട് ഉറപ്പായിട്ടും 10ഉം 20 ആയിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നെത്രയാ? 0, 1, 2, 3, 4, 5.
അതേപോലെ തന്നെ ഇവിടെ കറസ്പോണ്ടിങ് ടൈം എന്ന് പറയുന്നത് 0, 10, 20, 30 ലൈക്ക് അങ്ങനെ പോയാൽ മതി അല്ലേ. എന്നിട്ട് ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ലോപ്പ് കിട്ടും അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ CC+ൻ്റെ +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സൊക്കെ വളരെ എളുപ്പത്തിൽ, ഇപ്പം വ്യൂവേഴ്സിൻ്റെ കാര്യത്തിലൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കട്ടോ. ഓക്കെ, ദെൻ മക്കളുടെ മികച്ച ഭാവി ഇതല്ലേ നമ്മുടെ സ്വപ്നം. അപ്പം CC+ൻ്റെ ക്ലാസ് അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത +2 ലെവലിലൊക്കെ നമുക്ക് സൂപ്പറായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റിലേക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ഡാഷ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? എനർജിയാണ്, മൊമെൻ്റ് ആണ്, ഇനേർഷ്യ ആണ്, വർക്ക് ആണ്. ഇറ്റ്സ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ മീൻസ് ഏതൊരു ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇത് മാറ്റാനുള്ള ഇന്നബിലിറ്റിയാണ്. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ, അല്ലെങ്കിൽ എന്താ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് അതേ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കഴിവാണ്. ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇൻഎഫിഷ്യൻസി ഓഫ് ചേഞ്ച് ദ മോഷൻ, ദാറ്റ് ഈസ് ഇനേർഷ്യ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഒബ്ജക്റ്റ് എന്താ പറയുന്നത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? എവരി ഒബ്ജക്റ്റ് കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കിട്ടുന്നത് വരെ ഏതൊരു ഒബ്ജക്റ്റും അതെന്ത് പറ്റും? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആവട്ടെ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. ക്ലിയർ? അപ്പോൾ എന്താണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്? ഇനേർഷ്യ. സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F is directly proportional to external unbalanced force. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താ? F is equal to ma. ലോസ് ഓഫ് മോഷനിൽ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണെന്നറിയോ? ബാങ്കിങ് ഓഫ് കർവ്സ്. അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഡെറിവേഷൻസ് എല്ലാം നമുക്ക് വേഗം എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അത് വേഗം സ്പീഡിൽ മിസ് ഒന്ന് പോവുകയാണേ. The force required to produce an acceleration of 2 meters per second square on the mass of 2 kg is, എളുപ്പമാണ്, F is equal to ma. ഇക്വേഷൻ ആണ്. മാസ് തന്നിട്ടുണ്ട്. മാസ് is 2 kilogram and acceleration is 2 into 2 എന്ത് വന്നു? 4 Newton will be the answer. നേരെ എടുത്ത് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. 4 Newton is the answer. Why does swimmers push the water backward? ന്യൂട്ടൻ്റെ തേർഡ് ലോയാണ് പറയുന്നത്. ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ബാക്ക്വേർഡ് എപ്പോഴും നമ്മൾ വെള്ളത്തിന് ബാക്ക്വേർഡ് ഒരു ആക്ഷൻ കൊടുക്കുമ്പോൾ, ബാക്ക്വേർഡ് പുള്ളി ചെയ്യുമ്പം ആ വാട്ടർ നമ്മുടെ ബോഡിയിലേക്ക് എന്താണ് ഒരു റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആ റിയാക്ഷൻ കൊണ്ട് നമുക്ക് മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോകാൻ പറ്റും, നേരെ മുന്നോട്ട് കയറി പോകാൻ പറ്റും. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. Swimmer pushes the water backward becomes due to the reactions of water. He is able to swim in the forward direction. For ന്യൂട്ടൻ്റെ ഓർത്തിരിക്കുക, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് വരും കേട്ടോ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ കൺകറൻറ്റ് ഫോഴ്സസ്? ഒരു ഒബ്ജക്റ്റിനകത്തേക്ക് ഒരുപാട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ. നമ്പർ ഓഫ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ഓൺ എ സിംഗിൾ ഒബ്ജക്റ്റ് ഇസ് നോൺ ആസ്, അതിനെന്താ പറയുന്നത്? കൊമേഴ്സ് പൊളിറ്റിക്സ് ചെയ്യും. ഉറപ്പായിട്ടും കൊമേഴ്സിൻ്റെ പൊളിറ്റിക്സ് അതെല്ലാം ഇവിടെ ക്ലാസ് വരുന്നുണ്ട്. അപ്പം അത് ആ സമയത്ത് ക്ലാസ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. തന്നിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ, അതൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് നമുക്ക് കൊമേഴ്സിലെ എല്ലാ ക്ലാസ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് എന്ത് വരും? നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സിംഗിൾ പോയിന്റ് ആർ കോൾഡ് കൺകറൻറ്റ് ഫോഴ്സസ്. ഓക്കെ, then give the magnitude and direction of the net force acting on. ഇവിടെ രണ്ട് കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താണെന്നാണ്. ഒന്നാമത് എന്താ? എ ഡ്രോപ്പ് ഓഫ് റെയിൻ ഫോളിങ് ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. താഴോട്ട് വീടുന്ന ഒരു ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആണ് അല്ലേ. അപ്വേർഡും ഡൗൺവേർഡും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് ഇറ്റ് അറ്റൈൻ എ പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വെലോസിറ്റി. അത് നമ്മൾ ഓൾറെഡി ഫ്ലൂയിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. terminal velocity attain ചെയ്യുന്നു എന്ന് പറഞ്ഞു. So what is the net force? Net force become 0. According to the first law of motion, F is equal to ma. Constant velocity attain ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ആക്സിലറേഷൻ 0 ആണ്. So net force become 0. എങ്ങനെ വേണേലും ഒരേ കാര്യം തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. ടെർമിനൽ വെലോസിറ്റി എന്നാണ് നമ്മൾ ഫ്ലൂയിഡ്സിനകത്ത് പഠിച്ചത്. ഒരു മഴത്തുള്ളി താഴേക്ക് ഫോൾ ചെയ്യുമ്പോൾ
ഒരു മഴത്തുള്ളി താഴേക്ക് വീഴുമ്പോൾ എന്താ പറ്റുക, അതിന് ഇറ്റ് അറ്റൈൻ കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഡൗൺവേർഡുള്ള വെയിറ്റും അപ്വേർഡുള്ള വിസ്കസ് ഫോഴ്സും ഈക്വൽ ആവുന്നു. ഓക്കെ, അപ്പോഴുള്ള വിസ്കസ് ഫോഴ്സും ഡൗൺവേർഡുള്ള വെയിറ്റും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. ആ സമയത്ത് ആക്സിലറേഷൻ, കോൺസ്റ്റന്റ് വെലോസിറ്റി മീൻസ് ആക്സിലറേഷൻ 0. സോ നെറ്റ് ഫോഴ്സ് 0. ആൻഡ് കൈറ്റ്സ് സ്കിൽ ഫുൾ ഹെൽഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. ഒരു കൈറ്റ് അനങ്ങാതെ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ നമ്മൾ കൈറ്റ് പട്ടമൊക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ അനങ്ങാതെ ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ്, ആ സമയത്തും നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ബിക്കം 0. ബിക്കോസ് സിൻസ് ദ കൈറ്റ് ഈസ് സ്റ്റേഷനറി, നെറ്റ് ഫോഴ്സ് ഓൺ എ കൈറ്റ് ഈസ് ഓൾസോ 0. സ്റ്റേഷനറി കണ്ടീഷനാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ നോട്ട്, ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട് അതത് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ 2 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ചാറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ CC+ൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഉണ്ട്. ഈ ക്ലാസ്സിൻ്റെ മാത്രമല്ല ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട് അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, a block of wood is placed in a surface. A force is applied parallel to the surface to move the body. The frictional force develop act as, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു ബ്ലോക്ക് ഇരിപ്പുണ്ട്, അവിടെ നമ്മളൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ബ്ലോക്കിൽ ഒരു ഡയറക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. അതൊരു സ്റ്റേഷനറി കണ്ടീഷനിലാണെങ്കിൽ എന്ത് ഡയറക്ഷനിലാണ് ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക? ഇറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. എങ്ങോട്ടാണോ നമ്മൾ തള്ളുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അറ്റ് സ്റ്റേഷനറി കണ്ടീഷൻ. സോ ഇതിലേതായിരിക്കും ഓപ്ഷൻ? നോർമൽ ടു ദ സർഫസ് അപ്വേർഡ് ആണോ, നോർമൽ ടു ദ സർഫസ് ഡൗൺവേർഡ് ആണോ, എലോങ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആണോ, അതോ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആണോ? യെസ്, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, state the law conservation of linear momentum. Law of conservation of linear momentum ഓർമ്മയുണ്ടോ? മൊമെൻറ്റം ബിഫോർ കൊളീഷൻ is equal to മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ is equal to മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇത് ഉപയോഗിച്ച് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷൻ M1V1 മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആണ്, M2V2 ആഫ്റ്റർ കൊളീഷൻ ആണെങ്കിൽ M1V1 is equal to M2V2. എസ്പെഷ്യലി റീകോയിലിംഗ് ഓഫ് ഗൺ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മിക്കവാറും ചോദിക്കുന്നതാണ്. റീകോയിലിംഗ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, സമയം കുറവാണ് നമുക്ക്, എന്നാലും സ്പീഡിൽ വേഗം അത് തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. Law of conservation of momentum states that the total momentum of an isolated system is conserved. That means momentum before collision is equal to momentum after collision. Okay. Next question. What do you mean by inertia? Inertia, it's an inability of a body to change its state. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ഇന്നബിലിറ്റിയാണ് ഇനേർഷ്യ. അതായത് സ്റ്റേഷനറി ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനോ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു എബിലിറ്റി ഉണ്ട് അല്ലേ, അതിനെയാണ് ഇനേർഷ്യ എന്നാൽ. ദാറ്റ് ഈസ് ഇനേർഷ്യ. ഇനേർഷ്യ ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ യൂണിഫോം മോഷൻ അല്ലേ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് തന്നെ ഇരിക്കുക, യൂണിഫോം മോഷൻ ആണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ഇരിക്കുക. ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുടെ കണ്ടിന്യൂവേഷൻ എന്ന് പറയാൻ കാര്യം. നമ്മുടെ യൂണിവേഴ്സിൽ പ്ലാനറ്റ്സ് ഒക്കെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ അത് യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പാസഞ്ചേഴ്സ് സ്റ്റാൻഡിങ് in a moving bus tends to fall forward when the bus suddenly brakes. Explain. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാസഞ്ചേഴ്സ് ഫ്രണ്ടിലേക്ക് വീഴും. ബൈ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഇത് ഫുള്ളും വായിക്കുന്നില്ല, സമയക്കുറവുകളുണ്ട്, ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു എന്ന് മാത്രം കേട്ടോ. പറഞ്ഞ കാര്യങ്ങളാണ്. ഇനേർഷ്യയാണ് മൂവിങ് ബസ്സിൽ ഓരോ ആളുകൾ മുന്നോട്ട് ചായാനുള്ള കാരണം. അതേസമയം സ്റ്റേഷനറി ഇരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എടുത്താൽ എങ്ങോട്ടായിരിക്കും മൂവ്മെൻറ്റ് ഇസ് ബാക്ക്വേർഡ്, പുറകോട്ടായിരിക്കും. ഇപ്പം എന്താണ് എന്താ പറയുക, ചവിട്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണ്? അത് കൊട്ടിയിട്ടാണ്, കൊട്ടുമ്പം തെറിച്ചു പോവാണ്. ഇതൊക്കെ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. ഒരു ഞെട്ടറ്റ് മാവ് കുലുക്കുമ്പോൾ അതിൻ്റെ മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്ന എന്താ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ. Using Newton's second law of motion, derive the equation F is equal to ma. നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്?
എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സിന് എന്ത് ഈക്വൽ ആണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം d/dt of P. The rate of change of momentum is directly proportional to what? External unbalanced force. External unbalanced force, let it be F. F എന്തിന് ഈക്വൽ ആണ്? ഞാൻ ജസ്റ്റ് ഈക്വൽ സൈൻ കൊടുക്കുന്നു, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി അങ്ങോട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് നമുക്കത് ചേഞ്ച് വരുത്താം. പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് F is equal to dp/dt. P is the momentum. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാസ് ഇൻറ്റു വെലോസിറ്റി ഇസ് മൊമെൻറ്റം. റൊട്ടേഷൻ മോഷൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. So P is equal to mv. dp/dt. V is mv by dt. M is the mass, V is the velocity. So m dv/dt, mass into velocity by time. Velocity by time is actually acceleration. M into a, acceleration ആണ്. Mass into acceleration is actually what? Force. പ്രൂവ് ചെയ്തു അല്ലേ? എന്ത് വന്നു? എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇക്വേഷൻ ആയല്ലേ? എന്ത് വന്നു? എഫ് എന്നത് dp/dt, അവസാനം എഫ് ഇസ് ഈക്വൽ ടു എം എയിലേക്ക് എത്തി. ദാറ്റ്സ് ആ ഇക്വേഷൻ. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ ഇക്വേഷനിലേക്ക് എത്തി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Large force acting on a short interval of time is called impulsive force. വളരെ വലിയൊരു ഫോഴ്സ് ചെറിയൊരു ടൈമിലേക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്പൾസീവ് ഫോഴ്സ് ആണ് വരുന്നത്. വലിയ രീതിയിലൊരു ഫോഴ്സ് പെട്ടെന്ന് ഒരു ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കാനായിട്ട് നമുക്കൊരു മെത്തേഡ് ടൈം ഓഫ് ക്യാച്ചിങ്, ടൈം ഓഫ് കോൺടാക്ട് കൂട്ടിയെടുക്കാം. അപ്പം ബോൾ ഇങ്ങനെ പിടിച്ച് ക്യാച്ച് ചെയ്യുന്നതിന് പകരം ആ ക്യാച്ച് ചെയ്യാനെടുക്കുന്ന ടൈം ഒന്ന് ഇൻ്റർവെൽ കൂട്ടുക. ബാക്കിലേക്ക് കൈ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും അല്ലേ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് അല്ലേ? ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഇൻ എ വെരി ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ് ആയിരിക്കും, ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ് ആയിരിക്കും ഇമ്പൾസീവിൻ്റെ യൂണിറ്റ്. ദാറ്റ് മീൻസ് ഫോഴ്സ് ന്യൂട്ടൺ, സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് അല്ലേ? ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്, ടൈമിൻ്റെ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ്. നോട്ട് ഗ്രൂപ്പിൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ ക്ലാസ് കഴിഞ്ഞോ ഉറപ്പായിട്ടും ഗ്രൂപ്പിലുണ്ടാവും. നോട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. 2 biliary balls, each of mass 0.5 kilogram, moving in an opposite direction with a speed 6 meter per second, collide and rebounds with the same speed. What is the impulsive imparted to each ball due to other? നമുക്കിവിടെ ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ എന്താ ഒരു ബോള്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 0.05 കിലോഗ്രാം ആണ്. അത് എന്താ ചെയ്യും? രണ്ട് ബോളാണ്, രണ്ടും കൂടി കൂട്ടിമുട്ടി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമ്പൾസീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇമ്പൾസീവ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സ് എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് മൊമെൻറ്റം, മാസ് ആൻഡ് മൊമെൻറ്റം വെലോസിറ്റി ഉണ്ടല്ലോ. ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്. സോ വി വാണ്ട് ടു കൺസിഡർ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ. നമ്മൾ അങ്ങനെ പഠിച്ചിങ്ങനെ VBA is equal to VB minus VA. തൊട്ട് മുമ്പ് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. റിലേറ്റീവ് വെലോസിറ്റി B with respect to A is equal to VB minus VA. ഇവിടെ ഒന്നിൻ്റെ വെലോസിറ്റി 6 ആയിട്ട് എടുത്തു, അത് 1ഉം 6 തന്നെ, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഒന്നാമത്തേതിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മീറ്റർ പെർ സെക്കൻഡ് എടുത്തു. VB എന്ന് പറഞ്ഞത് -6 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? മാസ് ഇൻറ്റു 6 -6. സോ എന്ത് വരും? 0.05 into 12. Answer becomes 0.6 Newton second. ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ആൻസർ എത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്വേഷൻ ഓർത്താൽ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. നെക്സ്റ്റ്, ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് വൈൽ ഹോൾഡിങ് എ ക്യാച്ച്. റൈറ്റ് റീസൺ. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന എന്തിനാ? സോ ആസ് ടു ഇൻക്രീസ് ദ ടൈം ഓഫ് ക്യാച്ചിങ്. അതുകൊണ്ട് എന്ത് പറ്റും? ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് എ റീസൺ. To reduce the impact of momentum by increase the time of contact. Time of contact അല്ലെങ്കിൽ time of catch കൂട്ടി നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ ആ എഫക്റ്റ് കുറച്ചെടുക്കാൻ പറ്റും. കയ്യിലേക്ക് ഉണ്ടാവുന്ന ഈ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മൊമെൻറ്റം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഫോഴ്സ് ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൾ. ജസ്റ്റിഫൈ. നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള ഈവളാണ്. അതായത് അതിന് മെറിറ്റും ഉണ്ട് ഡിമെറിറ്റും ഉണ്ട്. നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ കൊണ്ടാണ് നടക്കാനും എവിടെ നമുക്ക് പറ്റുന്നത്. സ്പീഡ് നല്ലോണം നമുക്ക് ട്രാവൽ ചെയ്യാൻ സ്പീഡിൽ പോകാനുള്ള ധൈര്യം തരുന്നത് എന്താ? അത് ഫ്രിക്ഷനുണ്ട്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാമെന്ന് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഈവിൾ. എങ്ങനെയാണ് ആവുന്നത്? അതുകൊണ്ട് വെയർ ആൻഡ് ടിയറിങ് ഉണ്ടാവുന്നുണ്ട്. ഫ്രിക്ഷൻ കൊണ്ട് സ്പീഡ് കുറയുന്നുണ്ട്, വെയർ ആൻഡ് ടിയറിങ് ഉണ്ട്, എനർജി ലോസ് ഉണ്ട്, ഒരുപാട് എനർജി ലോസ് ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് എന്താണ്, ഫ്രിക്ഷൻ വേണം, അതിന് കുറച്ച് എന്താണ് ബാഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ കുറച്ച് മെത്തേഡ് ഉണ്ട്. എന്ത് ഷേപ്പ് എടുക്കാം? സ്ട്രീം ലൈൻ ഷേപ്പിലൂടെ നമുക്കത് കുറയ്ക്കാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റും. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. ലൂബ്രിക്കൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഗ്രീസ്, ഓയിൽ, ഇതൊക്കെ ലൂബ്രിക്കൻസ് ആണ്. സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ്. ഓർത്തിരിക്കുക കേട്ടോ, സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ്. ഇത് മെഷീൻ പാർട്സിനകത്തൊക്കെയാണ് ഗ്രാഫൈറ്റ് സാധാരണ ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബെയറിങ്സ് യൂസ് ചെയ്യാം. നീഡിൽ ബെയറിംഗ്, ബോൾ ബെയറിങ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫ്രിക്ഷൻ കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫ്രിക്ഷൻ കോസസ് ലോട്ട്സ് ഓഫ് ലോസ് ഇൻ എനർജി. അപ്പം എനർജി ലോസ് ഉണ്ടെങ്കിലും നമുക്കത് നെസസറി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്തിരിക്കുക, പരീക്ഷയ്ക്കത് എഴുതാൻ വേണം കേട്ടോ. നെക്സ്റ്റ്, a light bullet is fired from a heavy gun. ഒരു വലിയ ഗണ്ണിൽ നിന്ന് വളരെ ചെറിയൊരു ബുള്ളറ്റ് ഫയർ ചെയ്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ്. ഇതിന് ഏതാണ് കറക്റ്റ്? ദ സ്പീഡ് ഓഫ് ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ. ദ മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ ഗൺ ആർ ഇൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ സെയിം ഇൻ ഡയറക്ഷൻ. ദ വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ. നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞു, ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം ഓഫ് കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അതല്ല ഇവിടെ വരേണ്ടത്. സോ എന്തായിരിക്കും? മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ദ ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനും. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നിരിക്കുന്നത് എന്താണ്? ബുള്ളറ്റ് മുന്നോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൺ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് വൈ ദ ഡയറക്ഷൻ ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബൈ യൂസിങ് ദ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് ചെയ്യുക എബ ആൻസർ. എന്ത് പ്രൂവ് ചെയ്യണം? ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അത് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? എനർജി ബിഫോർ എനർജി എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ? m1v1 is equal to m2v2 എന്ന് പ്രൂവ് ചെയ്യുക അല്ലേ? m1v1 is equal to വളരെ ഷോർട്ട് ഇൻ്റർവെല്ലിൽ ജസ്റ്റ് എന്താണ് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ is equal to മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ സമയം പോകുന്നു കേട്ടോ. എല്ലാ ക്വസ്റ്റിനും എസ്പെഷ്യലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഏതായിരുന്നു? ബാങ്കിങ് ഓഫ് റോഡ്സ്. അതിലേക്ക് നമുക്ക് വേഗം ക്വസ്റ്റൻ എത്തണം കേട്ടോ. ബൈ ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ എത്താൻ പറ്റും? ഇൻ ദ ആബ്സൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സൻസിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് മൊമെൻറ്റം വിൽ ബി കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. F is equal to dp by dt. If F is equal to 0, what will happen? dp by dt is 0. Therefore p എന്ത് വന്നു? p is equal to a constant. p കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ എന്താ? മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ m1 ആണെങ്കിൽ m1v1 ആണെങ്കിൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ m2v2 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, a gun moves backward when a shot is fired from it. Choose the correct statement. മുമ്പ് ചെയ്തതുപോലെ തന്നെ വീണ്ടും ഗണ്ണ് പുറകോട്ട് മൂവ് ചെയ്യുന്നു, അതേസമയം ബുള്ളറ്റ് മുന്നോട്ട് ഫോർവേഡ് മൂവ് ചെയ്തു. അപ്പം എന്തായിരിക്കും ഇതിന്ന് ഓപ്ഷൻ ഒന്ന് വായിച്ച് നോക്കിക്കേ. ദ മൊമെൻറ്റം ഓഫ് ദ ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഷോട്ട് ആണോ? അല്ല. ഏത് വരും? The momentum of occurred by the gun and the shot are in same magnitude but opposite in direction. അടുത്തൊരു ക്വസ്റ്റ്യൻ. A shell of mass 0.020 kilogram is fired by a gun of mass 100 kg. If the muzzle speed of the shell is 80 meter per second, what is the recoiling velocity of the gun? എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു m1v1 is equal to m2v2 അല്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1v1 is equal to m2v2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? m1v1 is equal to m2v2 ഇക്വേഷൻ യൂസ് ചെയ്ത് we want to find out the recoiling speed of the gun. That means ഇത് m1 എന്ന് പറഞ്ഞാൽ let it be mass of the bullet m1 ആയിട്ട് എടുത്തു and mass of the gun is m2 ആയിട്ട് എടുത്തു.
if the muscle speed of the shell എന്ന് പറഞ്ഞാൽ എന്താ ചെറുതാണ് അല്ലേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് v1 എടുത്തു അങ്ങനെയാണെങ്കിൽ v2 എന്താണ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി വാട്ട് വിൽ ബി v2 ഈസ് ഈക്വൽ ടു m1 v1 ഡിവൈഡ് ബൈ m2 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടും ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവ് കൊടുക്കണം കേട്ടോ ആക്ച്വലി നെഗറ്റീവ് ഡയറക്ഷനിലാണ് വെലോസിറ്റി ഉണ്ടാകുന്നത് ബിക്കോസ് ഷോട്ട് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗണ്ണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും സൈൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ് ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫ്രിക്ഷൻ എന്താണ് ബാങ്കിങ് ഓഫ് കർവ്സ് അതായത് നമ്മൾ വളവുകളിൽ നമുക്ക് സാധാരണ ട്രാവൽ ചെയ്താൽ അതേ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അതെന്ത് വേണം ട്രാവലിംഗ് ആ സമയത്ത് സ്പീഡ് കുറയ്ക്കണം അല്ലേ സ്പീഡ് കുറച്ച് വേണം ട്രാവൽ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം സ്പീഡ് കുറയ്ക്കണം പക്ഷേ എപ്പോഴും അത് സാഹചര്യം അനുസരിച്ച് സ്പീഡ് കൂടി ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷനാണ് ബാങ്കിങ് ഓഫ് കർവ്സ് അതെന്താണ് the process of rising the outer edge than the inner edge for the curved road is called banking of road. ഔട്ടർ എഡ്ജ് കുറച്ചും കൂടി ഉയർത്തിയും ഇന്നർ എഡ്ജ് കുറച്ച് താത്തിയിരിക്കും അപ്പോൾ എന്താ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ആ കർവ് അല്ലെങ്കിൽ വളവ് കടന്നു പോകാൻ പറ്റും ഇതാണ് ബാങ്കിങ് ഓഫ് കർവ്സ് പിന്നെ നമുക്ക് എന്താ വേണ്ടേ sketch the same അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് sketch the schematic diagram of a vehicle on a banked road with the friction and mark the various forces derive an expression for the maximum safe speed of a vehicle on a banked road with friction clear വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു ബാങ്ക്ഡ് റോഡ് മിസ് എടുത്തിരിക്കുന്നു ഔട്ടർ എഡ്ജ് തിക്കായിട്ടും ഇന്നർ എഡ്ജ് തിന്നായിട്ട് വെച്ചിരിക്കുന്നു അവിടെ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം കാറോ ബസ്സോ വാട്ടെവർ ഇറ്റ് ഈസ് ഒരു വണ്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ എന്താ ഡൗൺവേർഡ് ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ ഡൗൺവേർഡ് ഫോഴ്സ് ഇസ് ഡ്യൂ ടു ദ വെയിറ്റ് ദാറ്റ് ഈസ് കൺസിഡർ ആസ് mg ആൻഡ് ഇതിനൊരു നോർമൽ റിയാക്ഷൻ ഉണ്ട് നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒബ്ജക്റ്റിന് നോർമലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയാക്ഷനാണ് നോർമൽ റിയാക്ഷൻ ലെറ്റ് ഇറ്റ് ബി n അതിനെ n എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങനെയാണ് ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ f എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തു ആൻഡ് ഇനി നമ്മൾ വെക്ടേഴ്സിന് എന്താ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണ് ഇവിടെ എന്താണ് ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് ആംഗിൾ തീറ്റ ഇവിടെ ആംഗിൾ തീറ്റ ആൻഡ് ഫ്രിക്ഷൻ ഇവിടെ വരുന്ന തീറ്റ ഇവിടെയാണ് വരുന്നത് അല്ലേ ആംഗിൾ ഹൊറിസോണ്ടൽ സർഫസിനനുസരിച്ച് സോ ഹിയർ ഇറ്റ് ഈസ് n കോസ് തീറ്റ ഇത് ബിക്കോസ് നമ്മളെപ്പോഴും ആംഗിൾ എവിടെയാണോ അതിനോട് ചേർന്നിരിക്കുന്ന പോർഷനാണ് നമ്മൾ കോസ് തീറ്റ ഫാക്ടർ കൊടുക്കുന്നത് n കോസ് തീറ്റ ഇതാണെങ്കിൽ ഏതായിരിക്കും ഈ ഒരു സർഫസിന് എന്ത് വരും n സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അതേസമയം ഫ്രിക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് അല്ലേ അതിൻ്റെ തീറ്റ ആംഗിൾ വരുന്നത് അപ്പോൾ ഇവിടെ എന്ത് വരും f കോസ് തീറ്റ ഫാക്ടർ വന്നു ആൻഡ് ഈ വെർട്ടിക്കൽ പോർഷൻ എന്ത് വരും f സൈൻ തീറ്റ f കോസ് തീറ്റ f സൈൻ തീറ്റ ക്ലിയർ ആണല്ലോ f കോസ് തീറ്റ f സൈൻ തീറ്റ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം ഉത്തരത്തിലേക്ക് എത്താം ഈ ഫ്രം ദ ഫിഗർ നമുക്കൊരു കാര്യം അറിയാം വാട്ട് ഈസ് n കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തിൻ്റെ രണ്ടിൻ്റെയും ഈക്വൽ ആണ് സമ്മിൻ്റെ ഈക്വൽ ആണ് f സൈൻ തീറ്റ പ്ലസ് mgക്ക് ഈക്വൽ ആണ് അല്ലേ ദാറ്റ് മീൻസ് n കോസ് തീറ്റ ഇസ് ഈക്വൽ ടു f സൈൻ തീറ്റ പ്ലസ് mg ഓക്കെ അപ്പം വാട്ട് ഈസ് mg n കോസ് തീറ്റ മൈനസ് f സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു mg ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഒരു വണ്ടി വളവിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ എന്ത് ഫോഴ്സ് ഉണ്ട് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഉണ്ട് ഈ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ് അതാ n സൈൻ തീറ്റ പ്ലസ് f കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് എന്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് സോ അതൊന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ n സൈൻ തീറ്റ പ്ലസ് f കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r because mv square by r is the centripetal force. So equation number 1, equation number 2, equation number 1 by 2 നമ്മൾ ചെയ്യാണ് കേട്ടോ equation number 1 by equation number 2 1 by 2 ഇനി എന്താ 1 by 2 അപ്പോൾ ഒന്ന് കുറച്ച് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം അല്ലേ എമ്മും കോമൺ ആണ് വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും gr by v സ്ക്വയർ എന്ന് വരും അല്ലേ ഈ സൈഡ് gr by v സ്ക്വയർ എന്നവിടെ കിട്ടി ഈ ഒരു റൈറ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടി ഇനി നമുക്ക് എന്തായിരുന്നു ഇതിനെ തന്നെ വീണ്ടും n കോസ് തീറ്റ f സൈൻ തീറ്റ അതിനെല്ലാം
എല്ലാ ഫാക്ടറിനെയും n cos തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ സോൾവ് ചെയ്യണം അല്ലേ. n cos തീറ്റ ബൈ n cos തീറ്റ, n cos തീറ്റ ബൈ n cos തീറ്റ മൈനസ് s sin തീറ്റ ബൈ n cos തീറ്റ ഡിവൈഡ് ബൈ n sin തീറ്റ ബൈ n cos തീറ്റ പ്ലസ് f cos തീറ്റ ബൈ n cos തീറ്റ. കോസ് തീറ്റ വെച്ച് ക്യാൻസൽ ചെയ്തു. എന്താ n cos തീറ്റ ബൈ n cos തീറ്റ ബിക്കം 1 ആയി. ദാറ്റ് മീൻസ് 1 മൈനസ് എന്ത് വന്നു f ബൈ n സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ. ദാറ്റ് മീൻസ് f ബൈ n ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ n ബൈ n അല്ലേ. n ബൈ n ക്യാൻസൽ ചെയ്ത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ, ടാൻ തീറ്റ. പിന്നെന്ത് വരും f ബൈ n പ്ലസ് f ബൈ n is equal to gr by v square. gr by v square. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി നമുക്ക് f by n is considered as mu, static friction ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. f by n is static friction, let it be mu. f by n ന് പകരം mu എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് mu ആയി പ്ലസ് mu. ഇനി എന്താണെന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നിട്ട് വീഡ് ഇക്വേഷനിലേക്ക് എത്തുക. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വീഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ അതായിരിക്കും മാക്സിമം വെലോസിറ്റി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. നമുക്കെന്താ വീഡ് ഇക്വേഷൻ ആണല്ലേ വേണ്ടത്, വി സ്ക്വയറിൻ്റെ ഇക്വേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് വന്നു gr divided by 1 minus mu tan theta divided by tan theta plus mu. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്തോരും ടാൻ തീറ്റ പ്ലസ് മ്യൂ മുകളിലേക്ക് വന്നു. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് gr ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ക്ലിയർ അല്ലേ. എന്ത് വന്നു നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. എന്താണ് ഉത്തരം? ഇതാണ് മാക്സിമം സ്പീഡ്. ഒരു ബാങ്കിങ് ഓഫ് കർവ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും പഠിക്കണേ. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ നമുക്ക് പഠിക്കാനും ഉത്തരങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. നന്നായിട്ട് പഠിക്കാൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം, ഒന്നും കൂടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിച്ചു. നാളെ കണ്ണൻ സാറിൻ്റെ ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അവിടെ കാണാം. ബൈ.